നമ്മൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ രണ്ടാമത്തെ ലെക്ചറാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ലെക്ചറിൽ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡുമായി ബന്ധപ്പെട്ട ബേസിക് കൺസെപ്റ്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ലൈക്ക് ടീച്ചിങ്ങിന്റെ ബേസിക്സ്, അതേപോലെ ലെവൽസ് ഓഫ് ടീച്ചിങ്, മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ, അങ്ങനെ കുറച്ച് ബേസിക് കൺസെപ്റ്റുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ആൻഡ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മേജർ ഏരിയ എന്ന് പറയുന്നത് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ഇൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഹയർ ലേണിംഗ്. അതായത് ലാസ്റ്റ് നമ്മൾ ബേസിക് മോഡൽസിനെ പറ്റി പറഞ്ഞു. ടീച്ചിങ് മോഡൽസ് ആയിട്ടുള്ള പെഡഗോജി, അതേപോലെ ആന്ത്രഗോജി, ഹ്യൂട്ടഗോജി കൺസെപ്റ്റുകൾ എന്താണെന്ന് കണ്ടു. അതിനുശേഷം ഡിഫറെൻറ്റ് ലെവൽസ്, അതിൽ ഏറ്റവും ബേസിക് ലെവൽ മെമ്മറി ലെവൽ, അതേപോലെ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ, റിഫ്ലക്റ്റീവ് ലെവൽ കൺസെപ്റ്റുകളെ പറ്റി പറഞ്ഞു. ആൻഡ് ടുഡേ വിൽ ബി ഗോയിങ് ഡീറ്റെയിൽ അബൌട്ട് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ഇൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഹയർ ലേണിംഗ്. അവിടെയും ഓർക്കേണ്ടത് നമുക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആവുന്നത് ലേണർ സെൻറ്റേർഡ് മെത്തേഡ്സ് ആണ്. സോ രണ്ട് രീതിയിൽ പറയാം, ടീച്ചർ സെൻറ്റേർഡ് ലേണിംഗ് മെത്തേഡ്സും അതേപോലെ തന്നെ ലേണർ സെൻറ്റേർഡ് ടീച്ചിങ് മെത്തേഡ്സും ഉണ്ട്. അതിൽ ടീച്ചർ സെൻറ്റേർഡിന്റെ പ്രോമിനൻസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് നമ്മളിപ്പോൾ കാണുന്ന എല്ലാ ഇപ്പോൾ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ആയാലും ഏത് രീതിയിലായാലും നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് ലേണർ സെൻറ്റേർഡ് ആയിട്ടുള്ള ലേണിംഗ് മെത്തേഡ്സ് ആണ്. ബിക്കോസ് ഇൻഡിവിജ്വൽ ഡിഫറൻസസിനെ മനസ്സിലാക്കിക്കൊണ്ടും സ്റ്റുഡൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ടീച്ചിങ് മെത്തേഡ്സിനാണ് കൂടുതൽ പ്രോമിനൻസ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, ആ ഒരു കൺസെപ്റ്റിൽ തന്നെ നമുക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതും ലേണർ സെൻറ്റേർഡ് ആയിട്ടുള്ള ടീച്ചിങ് മെത്തേഡ്സ് തന്നെയായിരിക്കും. ഓക്കെ, സോ ലെറ്റ് മീ സ്റ്റാർട്ട്. നമ്മൾ ആദ്യം ടീച്ചിങ് മെത്തേഡ്സ്, ഇതാണ് നമ്മളുടെ ഇന്നത്തെ ബ്രോഡ് ടോപ്പിക്. വളരെ വാസ്റ്റ് ഏരിയ ആണ്, ഒരുപാട് മെത്തേഡുകളുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോഡേൺ മെത്തേഡുകളൊക്കെ കൃത്യമായിട്ട് ഓർക്കുക. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ടീച്ചിങ് മെത്തേഡ്സ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ബേസിക് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ടീച്ചർ സെൻറ്റേർഡ് മെത്തേഡ്സ് ആയിട്ടും ലേണർ സെൻറ്റേർഡ് മെത്തേഡ്സ് ആയിട്ടും ക്ലാസിഫൈ ചെയ്യാം. ടീച്ചർ സെൻറ്റേർഡ് ആണെങ്കിൽ പ്രോമിനൻസ് ഈസ് ഗിവൻ ടു ദി ഇൻസ്ട്രക്ടർ. ഇൻസ്ട്രക്ടർ ആണ് കാര്യങ്ങൾ കൂടുതൽ തീരുമാനിക്കുന്നത്. എന്താണ് ക്ലാസ് റൂമിൽ ഡിസ്കസ് ചെയ്യേണ്ടത്, ഏത് രീതിയിലായിരിക്കണം ഡിസ്കഷൻ ഫ്ലോ ചെയ്യേണ്ടത്, ആൻഡ് ഏതൊക്കെ ടോപ്പിക്കുകൾ ക്ലാസ് റൂമിൽ ഏത് രീതിയിൽ അറേഞ്ച് ചെയ്ത് ഡിസ്കഷന് കൊണ്ടുവരണം തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ടീച്ചർക്കാണ് പ്രോമിനൻസ് എങ്കിൽ അതിനെ നമ്മൾ ടീച്ചർ സെൻറ്റേർഡ് മെത്തേഡ്സ് എന്ന് പറയും. അതായത് ടീച്ചേഴ്സ് ടോക്സ്, സ്റ്റുഡൻസ് ലിസൺ. ആ ഒരു അപ്രോച്ചാണ്. ലെക്ചറിങ് ഒക്കെ ടീച്ചർ സെൻറ്റേർഡ് ആയിട്ടുള്ള ടീച്ചിങ് മെത്തേഡ്സിന് എക്സാമ്പിൾ ആണ്. വേറെ ലേണർ സെൻറ്റേർഡ് മെത്തേഡ് ആണെങ്കിൽ ഇവിടെ സ്റ്റുഡൻസിനും അതേപോലെ തന്നെ ടീച്ചർക്കും പ്രോമിനൻസ് ഉണ്ട്. സ്റ്റുഡൻറ് സെൻറ്റേർഡ് എന്നുള്ള രീതിയിൽ പറയുമ്പോഴും ടീച്ചർക്ക് അവിടെ ഒരു പ്രോമിനന്റ് റോൾ പ്ലേ ചെയ്യാറുണ്ട്. ഓക്കെ, ആ രീതിയിലാണ് ആ ഒരു സ്റ്റൈൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മെത്തേഡുകളെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. സോ ഇവിടെ സ്റ്റുഡൻസിന്റെ ഇന്ററാക്ഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ഇൻസ്ട്രക്ടറാണ് മോഡലിംഗ് ബിൽഡ് ചെയ്യുന്നത്, മോഡൽ ഡിസൈഡ് ചെയ്യുന്നത്. എന്നിരുന്നാൽ കൂടി സ്റ്റുഡൻസിൽ നിന്നുള്ള ഇന്ററാക്ഷൻസും അവരുടെ കോൺട്രിബ്യൂഷൻസിനും അതേപോലെ അവരുടെ റിഫ്ലക്റ്റീവ് ലെവൽ തിങ്കിങ്ങിനും കൂടുതൽ പ്രോമിനൻസ് കൊടുക്കുകയാണെങ്കിൽ അത്തരം ടീച്ചിങ് സ്റ്റൈൽസിനെയാണ്, ടീച്ചിങ് മെത്തേഡ്സിനെയാണ് നമ്മൾ ലേണർ സെൻറ്റേർഡ് ടീച്ചിങ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. സോ ഡിഫറൻസസ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഇത്രയുമാണ് ബ്രീഫിൽ എനിക്ക് പറയാനുള്ളത്. സോ ടീച്ചർ സെൻറ്റേർഡും ലേണർ സെൻറ്റേർഡും, വേറെ ടീച്ചർ സെൻറ്റേർഡ് ആണെങ്കിൽ പ്രോമിനൻസ് ഇസ് ഗിവൻ ടു ദി ഇൻസ്ട്രക്ടർ ഓൺലി, സ്റ്റുഡൻസിനെ സെക്കൻഡറി ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. വേറെ ലേണർ സെൻറ്റേർഡ് ടീച്ചിങ് മെത്തേഡ്സ് ആണെങ്കിൽ അവിടെ ലേണറുടെ ലേണിങ്ങിന് കൂടുതൽ സിഗ്നിഫിക്കൻസ് കൊടുക്കും. അവരുടെ സ്റ്റൈൽസ്, ലേണിംഗ് അപ്രോച്ചുകൾ, അതേപോലെ വാട്ട് ദേ വാണ്ട് ടു ലേൺ തുടങ്ങിയിട്ടുള്ള ഏരിയാസിന് കൂടുതൽ പ്രോമിനൻസ് കൊടുക്കുന്നു. അങ്ങനെയുള്ള ലേണിംഗ് സ്റ്റൈൽസിനെയാണ്, ടീച്ചിങ് സ്റ്റൈൽസിനെയാണ് നമ്മൾ ലേണർ സെൻറ്റേർഡ് ടീച്ചിങ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ലെറ്റ് മീ സ്റ്റാർട്ട്. ഇവിടെ നമുക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആവുന്നത് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആണ്. അത് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ലേണർ സെൻറ്റേർഡ് ടീച്ചിങ് മെത്തേഡ്സ്. ഓക്കെ, സോ ലേണർ സെൻറ്റേർഡ് ടീച്ചിങ് മെത്തേഡ്സിൽ കുറച്ച് ബേസിക്, ഇപ്പോൾ കേസ് സ്റ്റഡി പറയുകയാണെങ്കിൽ നമുക്കറിയാം. അതേപോലെ പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ് അറിയാം. ഗെയിമിഫിക്കേഷൻ പറയുകയാണെങ്കിലും കേട്ടിട്ടുണ്ടാവും. അതേസമയം നമ്മൾ പുതിയ കുറച്ച് അപ്രോച്ചുകളുണ്ട്. ലൈക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് അപ്രോച്ചുകളാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള രണ്ട് ബേസിക് അപ്രോച്ചുകൾ ആദ്യം പറയുന്നു. ആദ്യത്തെ അപ്രോച്ച് റെസിപ്രോക്കൽ ടീച്ചിങ് ആണ്. റെസിപ്രോക്കൽ ടീച്ചിങ് എന്താണിത്? ഇറ്റ് ഈസ് എ കോപ്പറേറ്റീവ് ലേണിംഗ് സ്ട്രാറ്റജി that involves a dialogue between teacher and students. It emphasizes the development of comprehension skills through a structured approach where students can change the leading discussion about the content. അതായത് ഒരു ഡിസ്കഷൻ പോലെ പറയാം, ഒരു ഡയലോഗ് ആണെന്ന് പറയാം. അതായത് ഇവിടെ റെസിപ്രോക്കൽ ടീച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു കണ്ടന്റ് ഡെലിവർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാവുന്ന ഒരു മെത്തേഡാണ്. ഒരു ടെക്സ്റ്റ് സ്റ്റുഡൻസിനെ കൊണ്ട് വായിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കാവുന്ന ഒരു മെത്തേഡാണ്. സോ ആ രീതിയിലൊക്കെ നമുക്ക് ഇതിനെ പറയാൻ സാധിക്കും. അതിന്റെ സ്റ്റേജുകൾ പറയുമ്പോൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സി, പ്രോസസ് ഇതാണ്. ഫസ്റ്റ്, പ്രെഡിക്റ്റിംഗ്.
നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഏരിയ ഇന്നതാണ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും ഐ മീൻ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ബുക്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. നോർമലി ബുക്സ് ഒക്കെ വായിപ്പിക്കാൻ വേണ്ടിയാണ് ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു. അപ്പോൾ ആ ഒരു ബുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഈ ബുക്കിൽ നമ്മൾ പറയാൻ പോകുന്നത് ഇന്ന കാര്യങ്ങളെ പറ്റിയാണെന്നൊരു ബ്രീഫ് ഐഡിയ. ദിസ് ബുക്ക് ഈസ് അബൌട്ട് ഗ്ലോബൽ വാർമിംഗ്. അങ്ങനെ ടീച്ചർ ഒരു തോട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൽ നിന്നും എന്തൊക്കെ കാര്യങ്ങളാണോ സ്റ്റുഡൻസ് പ്രെഡിക്റ്റ് ചെയ്യുന്നത്, ഗ്ലോബൽ വാർമിങ്ങിനെ പറ്റി ഇങ്ങനെയൊക്കെ ഡിസ്കഷൻസ് ഉണ്ടാവും, ഇതായിരിക്കും കാര്യങ്ങൾ പറയാൻ പോകുന്നത്. അങ്ങനെ ഒരു പ്രഡിക്ഷൻ ആയിരിക്കും ആദ്യത്തെ സ്റ്റേജിൽ നടക്കുക. സ്റ്റുഡൻസ് മേക്ക് പ്രഡിക്ഷൻ അബൌട്ട് വാട്ട് ദേ ആർ ഗോയിങ് ടു റീഡ്. സോ ബേസിക്കലി ഇതൊരു റീഡിങ് സ്ട്രാറ്റജിയാന്ന് നമ്മൾ പറഞ്ഞു. ലേണിങ്ങിനകത്ത് സ്റ്റുഡൻസിനെ കൊണ്ട് സ്വയം വായിപ്പിച്ച് അവർ സ്വയം കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കുക, ടീച്ചേഴ്സിന്റെ അടുത്ത് ക്ലാരിഫിക്കേഷൻസ് നടത്തുക. ഇതിനൊക്കെ വേണ്ടി ഉപയോഗിക്കാവുന്ന ഒരു സ്ട്രാറ്റജിയാണ് റെസിപ്രോക്കൽ ടീച്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ആദ്യത്തെ സ്റ്റേജ് പ്രെഡിക്റ്റിംഗ് ആണ്, വേർ സ്റ്റുഡൻസ് വിൽ പ്രെഡിക്റ്റ് എന്താണ് അവർ വായിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ആ കണ്ടന്റ് എന്തായിരിക്കും എന്ന് അവർ പ്രെഡിക്റ്റ് ചെയ്യുന്നു. രണ്ടാമത്തെ സ്റ്റേജ് ക്വസ്റ്റ്യനിങ് ആണ്. സ്റ്റുഡൻസ് ജനറേറ്റ് ക്വസ്റ്റ്യൻസ് അബൌട്ട് ദി കണ്ടന്റ് ആഫ്റ്റർ ഗോയിങ് ത്രൂ. അവരുടെ മുമ്പിൽ കണ്ടന്റുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരാൻ സാധ്യതയുള്ളത്, എന്തൊക്കെയാണ് അവരുടെ ക്ലാരിഫിക്കേഷൻ ആവശ്യമുള്ള ഏരിയ, ഇത് അവർ ഐഡന്റിഫൈ ചെയ്യുന്നു. മൂന്നാമതായിട്ട് ക്ലാരിഫൈ. സോ സ്റ്റുഡൻസ് ഈ ക്ലാരിഫിക്കേഷൻസ് അബൌട്ട് ദി കൺഫ്യൂസിങ് ആസ്പെക്ട്സ് ഓഫ് ദി മെറ്റീരിയൽ. ബുക്സ് ആണെങ്കിൽ ആ ബുക്സിൽ അവർക്ക് മനസ്സിലാവാത്ത ചില ടോപ്പിക്സ് ഉണ്ടാവും, വേർഡ്സ് ഉണ്ടാവും, അതിനെ പറ്റിയുള്ള ക്ലാരിഫിക്കേഷൻസ് ചോദിക്കുന്നു. ആൻഡ് ഫൈനലി സമറൈസിങ്. ഹിയർ സ്റ്റുഡൻസ് സമറൈസ് ദി മെയിൻ ഐഡിയാസ് ഓഫ് ദി കണ്ടന്റ് ഓർ ടെക്സ്റ്റ്. സോ ഇതിനെ ഒരു എക്സാമ്പിൾ വഴി എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുന്നതെന്ന് സിംപിളി എന്ന് പറഞ്ഞു തരാം. ശ്രദ്ധിക്കുക. ഒരു എക്സാമ്പിൾ ഇപ്പൊ പറയുമ്പോൾ ഒരു ആംബിഗ്വിറ്റി മേ ബി ദർ. ആ ആംബിഗ്വിറ്റി ഇല്ലാതാക്കാൻ വേണ്ടി ഒരു എക്സാമ്പിൾ മതിയാകും. സി, ഒരു ക്ലാസ് റൂമിൽ റെസിപ്രോക്കൽ ടീച്ചിങ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ടീച്ചർ, ടുഡേ വി ആർ ഗോയിങ് ടു റീഡ് എ പാസേജ് അബൌട്ട് ദി ഹിസ്റ്ററി ഓഫ് ബൈസൈക്കിൾസ്. വാട്ട് ഡു യു തിങ്ക് വി മൈറ്റ് ലേൺ ബേസ്ഡ് ഓൺ ദി ടൈറ്റിൽ ആൻഡ് പിക്ചേഴ്സ്. ഇവിടെ എന്ത് സംഭവിച്ചിരിക്കുന്നത്, ടീച്ചർ ആ ഒരു ടോപ്പിക് ബ്രീഫ്ലി ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആൻഡ് സ്റ്റുഡൻസിനോട് എന്താ പറയുന്നത്, നിങ്ങൾ അപ്പോൾ എന്തൊക്കെയായിരിക്കും നമ്മൾ പഠിക്കാൻ പോകുന്നത്, എന്തൊക്കെയായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ തോന്നൽ എന്താണ്. സോ ആ ഒരു ക്വസ്റ്റ്യനിലൂടെ തന്നെ പ്രഡിക്ഷൻ ഹാപ്പൻ ചെയ്തു. സോ സ്റ്റുഡൻസ് വിൽ പ്രഡിക്റ്റ്. ഓക്കെ, അതാണ് മേ ബി വി വിൽ സ്റ്റുഡൻറ് പറയുന്നതാണ് മേ ബി വിൽ ടോക്ക് അബൌട്ട് ഹൗ ബൈസൈക്കിൾസ് വെയർ ഇൻവെന്റഡ് ആൻഡ് ഹൗ ദേ ഹാവ് ചേഞ്ച്ഡ് ഓവർ ടൈം. സോ വാട്ട് വിൽ ഹാപ്പൻ, ഇവിടെ സംഭവിച്ചിരിക്കുന്ന ആ ഒരു പ്രഡിക്റ്റിംഗ് എന്ന് പറയുന്ന ആ സ്റ്റേജ് അതോടുകൂടി കഴിഞ്ഞു. അത്രയും വലിയ കോംപ്ലക്സ് ഒന്നുമല്ല. ഇതിനകത്ത് ഡിഫറൻറ്റ് സ്റ്റേജുകൾ പറയുമ്പോഴും ആ ഒരു പ്രഡിക്ഷൻ സ്റ്റുഡൻസിന്റെ ഭാഗത്ത് സ്റ്റുഡൻസിന്റെ 100% ഇൻവോൾവ് ചെയ്യുന്ന രീതിയിലുള്ള ടീച്ചിങ് സ്ട്രാറ്റജിയാണിത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ സ്റ്റേജിൽ പ്രഡിക്ഷൻ കഴിഞ്ഞു. രണ്ടാമതായിട്ട് ടീച്ചർ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഗ്രേറ്റ് പ്രഡിക്ഷൻ, ലെറ്റ്സ് സ്റ്റാർട്ട് റീഡിങ് ആൻഡ് സി ഇഫ് വി ഫൈൻഡ് ഔട്ട്. സോ സെക്കൻഡ് സ്റ്റേജ് ഇസ് റീഡിങ്, വായിപ്പിക്കുക. ഓക്കെ, വായിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, സ്റ്റുഡൻസ് വിൽ കം അപ്പ് വിത്ത് സംതിങ് ഫോർ ക്ലാരിഫൈങ്, റൈറ്റ്? അങ്ങനെ വരുന്ന സ്റ്റേജാണ് മൂന്നാമത്തെ സ്റ്റേജ്. സി, ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദി പാർട്ട് അബൌട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗീസ്. വാട്ട് യു മീൻ ബൈ ഒരു ടേം ഡീറെയിലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സോ ക്ലാരിഫിക്കേഷൻ അവിടെ ഹാപ്പൻ ചെയ്തു. ഓക്കെ, സ്റ്റുഡൻസ് വിൽ കം അപ്പ് വിത്ത് സംതിങ് that they may not understood. ആ ഒരു കൺസെപ്റ്റ് ആണ് ക്ലാരിഫൈങ്. ക്ലാരിഫൈങ് കഴിയുമ്പോൾ അതിനൊരു ക്ലാരിഫിക്കേഷൻ ടീച്ചർ കൊടുക്കും. ദാറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. ഈ ഒരു ഡീറൈലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ മെക്കാനിസം ടു ഷിഫ്റ്റ് ദി ചെയിൻ ബിറ്റ്വീൻ ഡിഫറെന്റ് ഗിയേഴ്സ്. ഓക്കെ, ആ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് ടീച്ചർ പറഞ്ഞു കൊടുത്തു. സ്റ്റുഡന്റ് വീണ്ടും വരുവാണ്. സോ ദി മെയിൻ ഐഡിയ ഓഫ് ദി പാരഗ്രാഫ് is that early bicycles don't have gears and were difficult to ride on the hills, right? So the summary is given. Okay, summarizing happened ചെയ്തു. Exactly. Can you think any questions about this section? Question നടക്കുവാണ്. സോ ഡിഫറെന്റ് സ്റ്റേജുകൾ നമ്മൾ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യും. സി, ഇവിടെ സംഭവിച്ചിരിക്കുന്ന സ്റ്റേജുകൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് പ്രഡിക്ഷൻ ഹാപ്പൻ ചെയ്തു, ദെൻ റീഡിങ്. സോ നമ്മൾ പറഞ്ഞ സ്റ്റേജുകൾ നോക്കുക. ക്വസ്റ്റ്യനിങ് ഇസ് ദെയർ. ക്വസ്റ്റ്യനിങ് എന്ന് പറയുന്നത് ഫൈനൽ സ്റ്റേജിലായിട്ടാണ് നമ്മൾ പറഞ്ഞത്. എന്നാൽ കൂടിയും പ്രഡിക്ഷൻ കഴിയുമ്പോൾ തന്നെ ദേ വിൽ സ്റ്റാർട്ട് റീഡിങ്. റീഡിങ് കഴിയുമ്പോൾ ദേ വിൽ കം അപ്പ് വിത്ത് മേ ബി സം ക്വസ്റ്റ്യൻസ് വരാം, ക്ലാരിഫിക്കേഷൻസ് ചോദിക്കാം, സമ്മറീസ് ചോദിക്കാം, ഓർ ടുവേർഡ്സ് ദി എൻഡ് ആണെങ്കിലും ക്വസ്റ്റ്യൻസ് ഹാപ്പൻ ചെയ്യാം. ഇവിടെ തന്നിരിക്കുന്ന ഒരു എക്സാമ്പിളിൽ നിങ്ങൾ നോക്കിയാൽ ആദ്യത്തെ സ്റ്റേജ് പ്രഡിക്ഷൻ ആണ്, പ്രഡിക്റ്റിംഗ്. രണ്ടാമത്തെ സ്റ്റേജ് ദേ സ്റ്റാർട്ട് റീഡിങ്. റീഡിങ് നമ്മളിവിടെ പറഞ്ഞില്ല, റീഡിങ് അവിടെ ഉണ്ട്. ഓക്കെ,
ദെൻ അതിനുശേഷം ക്ലാരിഫൈങ് കഴിഞ്ഞു കഴിഞ്ഞാൽ ക്ലാരിഫൈങ് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് സമ്മറൈസിങ് ആൻഡ് ദർ വിൽ ബി ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഇനി ഇതിൽ നിന്നും കൂടുതലായിട്ട് എന്തൊക്കെ ചോദിക്കാനുണ്ട്. ഈ ഒരു മെത്തേഡിന്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? അപ്പോൾ സ്റ്റുഡൻസ് ആ ഒരു ഏരിയ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യും. ഒരു ടീച്ചർ അങ്ങ് ഡയറക്റ്റ്ലി ഒരു ലെക്ചർ കൊടുക്കുന്നതിന് പകരം ഒരു ടോപ്പിക് അവരുടെ മുമ്പിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു ആൻഡ് ദേ വിൽ സ്റ്റാർട്ട് റീഡിങ് സംതിങ്. റീഡിങ് സ്ട്രാറ്റജി എന്നുള്ള രീതി നമ്മൾ പറഞ്ഞു. അവർ അതിനെപ്പറ്റി കൂടുതൽ വായിച്ചിട്ട് ദേ വിൽ കം അപ്പ് വിത്ത് സം ക്വസ്റ്റ്യൻസ്, ക്ലാരിഫിക്കേഷൻസ് ആൻഡ് ദേ വിൽ സം അപ്പ് ദി എൻറ്റയർ തിങ്. ഈ ഒരു അപ്രോച്ചിനെയാണ് നമ്മൾ റെസിപ്രോക്കൽ റീഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, റെസിപ്രോക്കൽ ടീച്ചിങ് എന്ന് പറയുന്നത്. റെസിപ്രോക്കൽ ടീച്ചിങ്. സോ ഇറ്റ്സ് എ കോപ്പറേറ്റീവ് ലേണിംഗ് സ്ട്രാറ്റജി ദാറ്റ് ഇൻവോൾവ്സ് എ ഡയലോഗ് ബിറ്റ്വീൻ ടീച്ചർ ആൻഡ് സ്റ്റുഡൻസ്. ഇതിനകത്തൊരു ഡയലോഗ് ഉണ്ട്, ഒരു കണ്ടിന്യൂസ് ഡിസ്കഷൻ ഈസ് ഗോയിങ് ഓൺ. ആ കണ്ടിന്യൂസ് ഡിസ്കഷനോട് കൂടിയാണ് ഈ ഒരു സബ്ജക്ട് എന്താണെന്ന് കൃത്യമായിട്ട് സ്റ്റുഡൻസിലേക്ക് എത്തുന്നത്. ഇറ്റ് എംഫസൈസസ് ദി ഡെവലപ്മെന്റ് ഓഫ് കോംപ്രിഹെൻഷൻ സ്കിൽസ് ത്രൂ സ്ട്രെച്ചഡ് അപ്രോച്ച് വെയർ സ്റ്റുഡൻസ് ടേക്ക് ടേൺസ് ലീഡിങ് ഡിസ്കഷൻ അബൌട്ട് ദി കണ്ടന്റ്. ആ ഒരു കണ്ടന്റ് അവിടെ ഡിസ്കസ് ചെയ്യുമ്പോൾ സ്റ്റുഡൻസ് ഓരോരുത്തരും അവരുടേതായ ടേൺ അനുസരിച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, ക്ലാരിഫിക്കേഷൻസ് ചോദിക്കും. സോ അങ്ങനെ പാസ് ചെയ്ത് അവർ ആ ഇൻഫർമേഷൻ പൂർണ്ണമായിട്ട് മനസ്സിലാക്കും. ഇതാണ് റെസിപ്രോക്കൽ ടീച്ചിങ്. ഓക്കെ, ബെനിഫിറ്റ്സ് പറയുകയാണെങ്കിൽ റെസിപ്രോക്കൽ ടീച്ചിങ് പ്രൊമോട്ട്സ് ആക്റ്റീവ് എൻഗേജ്മെന്റ്, ഡെവലപ്സ് ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽസ് ആൻഡ് എൻഹാൻസ് സ്റ്റുഡൻസ് എബിലിറ്റി ടു മോണിറ്റർ ദെയർ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദി ടെക്സ്റ്റ്. ക്ലിയർ അല്ലേ? സോ എന്തൊക്കെയാണ്? ക്രിട്ടിക്കൽ തിങ്കിങ്ങിനുള്ള എബിലിറ്റി ഉണ്ട്, അവർ 100% എൻഗേജ്ഡ് ആയിരിക്കും, ആൻഡ് അവരുടെ അണ്ടർസ്റ്റാൻഡിങ് എത്രമാത്രം ഉണ്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് ക്രോസ് ചെക്ക് ചെയ്യാനും ഈ മെത്തേഡ് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് റെസിപ്രോക്കൽ ടീച്ചിങ്. ദിസ് ഈസ് വൺ, നമ്മൾ പറയുന്ന മെത്തേഡുകളിൽ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് മെത്തേഡാണ് റെസിപ്രോക്കൽ ടീച്ചിങ്. ക്ലിയർ ആണോ എല്ലാവർക്കും? ക്ലിയർ ആയെങ്കിൽ ഒരു യെസ് പ്ലീസ്. ക്ലിയർ ആയില്ല എങ്കിൽ അതും പറയണേ. ശരി, ഓക്കെ. നൗ ഫസ്റ്റ് മെത്തേഡ് നമ്മൾ പറഞ്ഞു. അത്രയും തന്നെ സിഗ്നിഫിക്കൻസ് ഉള്ള മറ്റൊരു ലേണർ സെന്റേർഡ് മെത്തേഡാണ് അഡാപ്റ്റീവ് ടീച്ചിങ്. അഡാപ്റ്റീവ് ടീച്ചിങ്ങിനെ പറ്റി ലാസ്റ്റ് ഡേ നമ്മൾ പറഞ്ഞു. ലാസ്റ്റ് ഡേ നമ്മൾ ഡിസ്കസ് ചെയ്ത ടൈമിൽ അഡാപ്റ്റീവ് ടീച്ചിങ് എന്നല്ല, ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു. സോ വാട്ട് ഈസ് ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ? ഈച്ച് സ്റ്റുഡൻറ് ഈസ് ഡിഫറെന്റ്, ദാറ്റ് വി നോ, റൈറ്റ്? എല്ലാ സ്റ്റുഡൻറ്റും ഡിഫറെന്റ് ആണ്. ഓരോരുത്തരും ഇപ്പോൾ വിഷ്വൽ ലേണേഴ്സ് ഉണ്ട്, വെർബൽ ലേണേഴ്സ് ഉണ്ട്, ദർ മേ ബി സം അതർ ഓഡിറ്ററി ലേണേഴ്സ്, സ്ക്രിബിൾ ലേണേഴ്സ്, അങ്ങനെ പറഞ്ഞ് പല കാറ്റഗറി ഉണ്ട് ലേണേഴ്സിനകത്ത്. അവർ പഠിക്കുന്ന രീതിയെ വെച്ചുകൊണ്ട് ലേണേഴ്സിനെ പല രീതിയിലുള്ള ലേണേഴ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ചില ആളുകൾക്ക് പെട്ടെന്ന് കാഴ്ചകൾ കണ്ടു പഠിക്കാനായിരിക്കും ഇഷ്ടം, ചിലർക്ക് കേട്ട് പഠിക്കാനായിരിക്കും. അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലേണേഴ്സിന് ഒരേ മെത്തേഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ദാറ്റ് മേ നോട്ട് ബി ഒരു സ്യൂട്ടബിൾ വേ ആയിരിക്കണമെന്നില്ല. അതാണ് ഡിഫറൻസിയേഷൻ പറഞ്ഞത്. ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ലേണറിന്റെയും ലേണിംഗ് സ്റ്റൈൽ അനുസരിച്ചുകൊണ്ട് അതിനനുസരിച്ചുള്ള ലെക്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതാണ് ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ. ഓക്കെ, സോ ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് അഡാപ്റ്റീവ് ടീച്ചിങ്. അതായത് അഡാപ്റ്റീവ് ടീച്ചിങ് ഇൻവോൾവ്സ് അഡ്ജസ്റ്റിംഗ് ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജീസ് ടു അക്കോമഡേറ്റ് ഡൈവേഴ്സ് ലേണിംഗ് നീഡ്സ് ഓഫ് സ്റ്റുഡൻസ്. ഓരോ സ്റ്റുഡൻസിന്റെയും ലേണിംഗ് നീഡ് ഡിഫറെന്റ് ആണ്. ആ ലേണിംഗ് നീഡ് ഡിഫറെന്റ് ആണെന്ന് മനസ്സിലാക്കുമ്പോൾ അവർക്ക് വേണ്ട രീതിയിൽ ടീച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ട്രാറ്റജിയാണ് നമ്മൾ അഡാപ്റ്റീവ് ടീച്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് റെക്കഗ്നൈസസ് ദി സ്റ്റുഡൻസ് ഹാവ് ഡിഫറെന്റ് ലേണിംഗ് സ്റ്റൈൽസ്, സ്ട്രെങ്ത്സ് ആൻഡ് ചാലഞ്ചസ് ആൻഡ് എയിം ടു ടൈലർ ടീച്ചിങ് മെത്തേഡ്സ് അക്കോർഡിംഗ്ലി. ഇവിടെ നമുക്ക് കൃത്യമായിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട് സ്റ്റുഡൻസ് ഡിഫറെന്റ് ആണ്, ഓരോരുത്തരുടെയും ലേണിംഗ് സ്ട്രാറ്റജി ഡിഫറെന്റ് ആണ്, സ്റ്റൈൽസ് ഡിഫറെന്റ് ആണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ലേണിംഗ് അപ്രോച്ചുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് അഡാപ്റ്റീവ് ടീച്ചിങ്. ഒരു ക്ലാസ്സിൽ ഒരു ലെക്ചർ മെത്തേഡിന്റെ ഏറ്റവും വലിയ ലിമിറ്റേഷൻ എന്താണ്? സോ നമ്മൾ പറയുമ്പോൾ ഓക്കെ, കോമൺലി നമ്മൾ കാണുന്ന മെത്തേഡാണ് ലെക്ചറിങ് മെത്തേഡ്. ലെക്ചറിങ് മെത്തേഡിന്റെ ഏറ്റവും വലിയ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഇതാണ്. അതായത് സ്റ്റുഡൻസ് എന്ന് പറയുന്ന ഓരോരുത്തരും ഡിഫറെന്റ് ആണ്, പക്ഷെ എല്ലാവർക്കും വേണ്ടി ഒരേ കണ്ടന്റ് ഒരേ രീതിയിൽ ഡെലിവർ ചെയ്യുന്നതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാവില്ല. അവിടെ എല്ലാ കണ്ടന്റ് നമുക്ക് തീർക്കാൻ സാധിക്കില്ല, അതായത് എല്ലാ സ്റ്റുഡൻസിലേക്കും ഈ മെറ്റീരിയൽ എത്തണമെന്നില്ല. അത് ആ ഒരു ഫോൾട്ട് സോൾവ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ ഓർ അഡാപ്റ്റീവ് ടീച്ചിങ്. രണ്ട് മെത്തേഡ് സിമിലർ കൺസെപ്റ്റ് ആണ്. ഓക്കെ, സോ അഡാപ്റ്റീവ് ടീച്ചിങ്ങിൽ നമ്മൾ ഓർക്കേണ്ട ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് ഇത്. ഫസ്റ്റ് സ്ട്രാറ്റജി ഡിഫറൻസിയേഷൻ ആണ്. ഞാനിപ്പോൾ പറഞ്ഞു ആദ്യം എന്താണെന്ന്. ഡിഫറൻസിയേഷൻ ഓർ ഡിഫറൻസിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ.
എന്താണ്? പ്രൊവൈഡിങ് വേരിയഡ് ഇൻസ്ട്രക്ഷണൽ മെത്തേഡ്സ് ആൻഡ് മെറ്റീരിയൽസ് ടു മീറ്റ് ഇൻഡിവിജ്വൽ ലേണിംഗ് നീഡ്സ്. ഓരോ സ്റ്റുഡൻറ്റും ഡിഫറെൻ്റ് ആയതുകൊണ്ട് അവർക്ക് പര്യാപ്തമാവുന്ന അല്ലെങ്കിൽ അവർക്ക് സ്യൂട്ടബിൾ ആവുന്ന രീതിയിലുള്ള ലേണിംഗ് മെത്തേഡുകൾ ഉപയോഗിക്കുക. ഒരു സ്റ്റുഡൻറ്റ് ഓഡിറ്ററി ലേണർ ആണെങ്കിൽ കൂടുതൽ ലെക്ചേഴ്സ് അവർക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുക. ഒരു സ്റ്റുഡൻറ്റ് വിഷ്വൽ ലേണേഴ്സ് ആണെങ്കിൽ കൂടുതൽ സ്ലൈഡും പിക്ചേഴ്സും ഒക്കെ ക്ലാസ് റൂമിൽ കാണിക്കുക. ഇങ്ങനെ ലേൺ ചെയ്യിപ്പിക്കുന്ന രീതി, ഡിഫറൻസിയേഷൻ കൊണ്ടുവരുന്ന രീതിയാണ് ഇവിടെ അഡാപ്റ്റീവ് ടീച്ചിങ്ങിൽ വരുന്നത്. രണ്ടാമത്തെ മെത്തേഡ് ഫ്ലെക്സിബിൾ ഗ്രൂപ്പിംഗ് ആണ്. ഫ്ലെക്സിബിൾ ഗ്രൂപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസ്റ്റിംഗ് ഗ്രൂപ്പ്സ് ബേസ്ഡ് ഓൺ സ്റ്റുഡൻസ് എബിലിറ്റീസ് ആൻഡ് ലേണിംഗ് പ്രിഫറൻസസ്. അതായത് വിഷ്വൽ ലേണേഴ്സ് കുറച്ച് പേരുണ്ടെങ്കിൽ അവരെ എല്ലാവരും ഒരു ഗ്രൂപ്പ് ആക്കുക. ദെൻ അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത് അവരുടെ ലേണിംഗ് സ്റ്റൈൽ അനുസരിച്ചുള്ള ടീച്ചിങ് സ്ട്രാറ്റജിയാണ്. അതേപോലെ തന്നെ ഓഡിറ്ററി ലേണേഴ്സ് കുറച്ച് പേരെ ഒരു ഗ്രൂപ്പ് ആക്കുക, സ്ക്രിബിൾ ലേണേഴ്സിനെ മറ്റൊരു ഗ്രൂപ്പ് ആക്കുക. ഇങ്ങനെ പല ടൈപ്പ് ഓഫ് കൈനസ്തെറ്റിക് ലേണേഴ്സ് ആണെങ്കിൽ അവരെ മറ്റൊരു ഗ്രൂപ്പ് ആക്കുക. ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്തതിന് ശേഷം അവരുടെ നീഡിനനുസരിച്ചുള്ള ലേണിംഗ് സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ട് ടീച്ച് ചെയ്യിപ്പിക്കുന്ന രീതിയാണ് ഇവിടെ വരുന്നത്. സോ ദർ വിൽ ബി ഫ്ലെക്സിബിൾ ഗ്രൂപ്പിംഗ്. തേർഡ്, സ്കാഫോൾഡിംഗ്. സ്കാഫോൾഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓഫറിംഗ് സപ്പോർട്ട് ആൻഡ് ഗൈഡൻസ് ആസ് സ്റ്റുഡൻസ് വർക്ക് ഓൺ ടാസ്ക്, ഗ്രാജുവലി റെഡ്യൂസിങ് അസിസ്റ്റൻസ് ആസ് ആൻഡ് വെൻ ദേ ഗെയിൻ ഇൻഡിപെൻഡൻസ്. അതായത് ഇനീഷ്യലി നമ്മൾ സപ്പോർട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. കൂടുതലായിട്ട് അവർ പഠിച്ച് അവർക്ക് പഠിക്കാനുള്ള എബിലിറ്റി വന്നു കഴിഞ്ഞാൽ സ്വയം പഠിക്കണം. സോ ഇനീഷ്യൽ ലെവലിൽ പഠിക്കാനുള്ള സപ്പോർട്ട് എല്ലാം ടീച്ചർ ചെയ്തു കൊടുക്കുകയും ഗ്രാജുവലി ടീച്ചർ ആ ഒരു സപ്പോർട്ട് കുറച്ച് കൊണ്ടുവരികയും ചെയ്യുന്ന ടീച്ചിങ് മെത്തേഡ് ഏതാണ്? ആ മെത്തേഡാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അഡാപ്റ്റീവ് ടീച്ചിങ്. ബിക്കോസ് ക്വസ്റ്റ്യൻ ലാസ്റ്റ് ചെയ്ത് ചോദിച്ചത് ഇതാണ്. ഓക്കെ, നമ്മളിവിടെ സ്കാഫോൾഡിംഗ് എന്താണെന്ന് പറയുമ്പോഴേ അത് പറയുന്നുള്ളൂ. പക്ഷേ സ്കാഫോൾഡിംഗ് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് അഡാപ്റ്റീവ് ടീച്ചിങ്. സ്കാഫോൾഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഇനീഷ്യൽ ലെവലിൽ ടീച്ചർ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നു. കൂടുതൽ സ്റ്റുഡൻസ് സ്വയം പഠിച്ചെടുക്കാവുന്ന എബിലിറ്റി ആകുമ്പോൾ അവരുടെ ആ ഒരു സപ്പോർട്ട് പതുക്കെ ഒഴിവാക്കി അവരെ സ്വയം പഠിക്കാവുന്ന രീതിയിൽ അവരെ മോൾഡ് ചെയ്തെടുക്കുന്നു. ഇതിനെയാണ് സ്കാഫോൾഡിംഗ് എന്ന് പറയുന്നത്. സ്കാഫോൾഡിംഗ് യൂസ് ചെയ്യുന്ന ഒരു ടീച്ചിങ് മെത്തേഡാണ് അഡാപ്റ്റീവ് ടീച്ചിങ്. ഓക്കെ, ദെൻ അസസ്മെന്റ് ഫോർ ലേണിംഗ്. Using ongoing assessment data to inform instructional decisions. So ഒരു കണ്ടിന്യൂസ് അസസ്മെന്റ് വിൽ ബി there. അപ്പോൾ ഏത് രീതിയിലാണ് സ്റ്റുഡൻറ്റ് എത്രമാത്രം സ്വയം പഠിക്കുന്നുണ്ട് എന്ന് അറിയണം, ഡിഫറൻസിയേഷൻ എത്രമാത്രം എഫിഷ്യൻ്റ് ആണെന്ന് അറിയണം, ഗ്രൂപ്പിംഗ് എത്രമാത്രം എഫിഷ്യൻ്റ് ആണെന്ന് അറിയണം. അതിനുവേണ്ടി കണ്ടിന്യൂസ് അസസ്മെന്റ് കണ്ടക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, സോ ദീസ് ആർ ദി സ്ട്രാറ്റജീസ് യൂസ്ഡ് ഇൻ അഡാപ്റ്റീവ് ടീച്ചിങ്. സ്ട്രാറ്റജീസ് ഏതൊക്കെയാണ്? ഡിഫറൻസിയേഷൻ ഉണ്ട്, ഫ്ലെക്സിബിൾ ഗ്രൂപ്പിംഗ് ഈസ് ദെയർ, ദെൻ സ്കാഫോൾഡിംഗ് ഈസ് ദെയർ ആൻഡ് അസസ്മെന്റ് ഫോർ ലേണിംഗ്. സ്കാഫോൾഡിംഗ് മറക്കരുത്. സ്കാഫോൾഡിങ്ങിനെ പറ്റി ഇത് അല്ലാതെ മറ്റ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. സോ വാട്ട് ഈസ് സ്കാഫോൾഡിംഗ് സ്ട്രാറ്റജി എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലുണ്ടാകണം. നൗ ബെനിഫിറ്റ്സ് പറയുകയാണെങ്കിൽ അഡാപ്റ്റീവ് ടീച്ചിങ് എൻഹാൻസസ് സ്റ്റുഡൻസ് എൻഗേജ്മെന്റ്, പ്രൊമോട്ട്സ് എ പോസിറ്റീവ് ലേണിംഗ് എൻവയോൺമെന്റ് ആൻഡ് ഇൻക്രീസസ് ദി ലൈക്ലിഹുഡ് ഓഫ് സ്റ്റുഡൻസ് സക്സസ് ബൈ കാറ്ററിംഗ് ഡൈവേഴ്സ് ലേണിംഗ് നീഡ്സ്. നമ്മൾ മുമ്പ് നമ്മൾ പറഞ്ഞ ലേണിംഗ് സെറ്റിന്റെ മെത്തേഡ്സിന്റെ എല്ലാത്തിൻ്റെയും അഡ്വാൻറ്റേജ് ഇവിടെയുണ്ട്. അതായത് ഇവിടെ പറയുമ്പോൾ എന്തൊക്കെയാണ്? ഒന്ന്, എൻഗേജ്മെന്റ് ഇംപ്രൂവ് ചെയ്യും. രണ്ടാമതായിട്ട് ഒരു പോസിറ്റീവ് ലേണിംഗ് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതേപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അവരുടെ ഡൈവേഴ്സ് ലേണിംഗ് നീഡ്സിനെ സ്യൂട്ടബിൾ ആവുന്ന ലേണിംഗ് മെത്തേഡാണ് അഡാപ്റ്റീവ് ടീച്ചിങ്. സോ അവരുടെ നീഡ് എന്താണോ അത് മനസ്സിലാക്കി അതിനനുസരിച്ച് ടീച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയാണ് അഡാപ്റ്റീവ് ടീച്ചിങ്ങിൽ വരുന്നത്. ഓക്കെ, സോ 2 ടീച്ചിങ് മെത്തേഡ്സ് പറഞ്ഞു. ഈ 2 ടീച്ചിങ് മെത്തേഡ്സ് ആണ് എനിക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളത്. ബാക്കിയുള്ളതെല്ലാം ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകും. ഈ 2 ടീച്ചിങ് മെത്തേഡ്സ് കൃത്യമായിട്ട് ഓർക്കുക. വൺ ഈസ് റെസിപ്രോക്കൽ ടീച്ചിങ്, രണ്ടാമത്തത് അഡാപ്റ്റീവ് ടീച്ചിങ്. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ ഇതിനകത്ത്? ക്ലിയർ അല്ലേ? ഓക്കെ, ഫൈൻ. നമ്മൾ മുന്നോട്ട് പോകുന്നു. അടുത്ത ലേണർ സെന്റേഡ് ടീച്ചിങ് മെത്തേഡായിട്ട് പറയാവുന്നത് പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ് ആണ്. പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ വിൽ ബി പ്രൊവൈഡഡ് വിത്ത് റിയൽ വേൾഡ് പ്രോബ്ലംസ് ആൻഡ് സിനാരിയോസ്. ഇപ്പോൾ കേസ് സ്റ്റഡി ഒക്കെ പ്രോബ്ലം ബേസ്ഡ് ലേണിംഗിന്റെ ഒരു മെത്തേഡായിട്ട് തന്നെ പറയാം. അവരുടെ മുമ്പിൽ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. ആ സിറ്റുവേഷൻ ഇന്നതാണ്, നിങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യും, സ്വന്തമായിട്ട് സോൾവ് ചെയ്യാൻ പറയും. ഇതിനെയാണ് പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്. സോ സ്റ്റുഡൻസിന്റെ മുമ്പിൽ ഒരു റിയൽ വേൾഡ് പ്രോബ്ലം അല്ലെങ്കിൽ ഒരു സിനാരിയോ പ്രൊവൈഡ് ചെയ്യുന്നു. അതുവഴി അവരോട് അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കാനും അവരുടെ പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാനും ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ്. പ്രോസസ്സ് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ദേ വിൽ ഹാവ് ടു ഐഡന്റിഫൈ ദി പ്രോബ്ലം. അവരുടെ മുമ്പിൽ ഇപ്പോൾ ഒരു കേസ് സ്റ്റഡി ഇതിന് ഒരു എക്സാമ്പിൾ ആയിട്ട് തന്നെ എടുക്കാം. കേസ് സ്റ്റഡി എന്താണെന്നറിയാമല്ലോ? ഒരു കേസ് നെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഡീറ്റെയിൽ കേസ് സ്റ്റഡി പ്രൊവൈഡ് ചെയ്യുന്നു. ഒരു
ലെങ്തി റിട്ടൺ ഡോക്യുമെന്റ്. ആ ഒരു ഡോക്യുമെന്റ് കൊടുത്തതിന് ശേഷം അവരോട് അത് വായിച്ച് ആ സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കി അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി പറയും. സോ ദേ വിൽ ഹാവ് ടു ഐഡന്റിഫൈ ദി പ്രോബ്ലം ഫസ്റ്റ്. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്, ഐഡന്റിഫൈങ് ദി പ്രോബ്ലം. ദെൻ അതുമായി ബന്ധപ്പെട്ട ബേസിക് റിസർച്ച് കണ്ടക്ട് ചെയ്യണം. എന്താണ് ഇഷ്യൂ എന്ന് കൃത്യമായിട്ട് പഠിക്കണം. സോ കണ്ടക്ടിങ് റിസർച്ച്. ദെൻ പ്രപ്പോസിങ് സൊല്യൂഷൻസ്. കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം അവരുടെ സൊല്യൂഷൻസ് എന്താണ്, അവരാണ് ആ സിറ്റുവേഷനിൽ എങ്ങനെ അവർ മീറ്റ് ചെയ്യും, അതിന് അവർ കണ്ടെത്തുന്ന സൊല്യൂഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് മൂന്നാമതായി. ആൻഡ് റിഫ്ലക്റ്റിംഗ് ഓൺ ദി ലേണിംഗ് പ്രോസസ്. അവിടെ അവർ പഠിച്ച കാര്യങ്ങൾ അവരുടെ ലേണിംഗിന്റെ ഭാഗമായിട്ട് മാറും. സോ ഇറ്റ് വിൽ ഇംപ്രൂവ് ദെയർ തിങ്കിങ് സ്കിൽസ്, റൈറ്റ്? ക്രിട്ടിക്കൽ തിങ്കിങ്ങിനുള്ള എബിലിറ്റിയും പ്രോബ്ലം സോൾവിങ്ങിനുള്ള എബിലിറ്റിയും ഒക്കെ ഇത് ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ്. ആസ് ഐ സെഡ്, നമുക്ക് ഇതൊക്കെ ജസ്റ്റ് ആ കൺസെപ്റ്റുകൾ അറിഞ്ഞാൽ മതി. ആദ്യത്തെ രണ്ടെണ്ണം അങ്ങനെയല്ല, കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇവിടെ നമുക്ക് കൺസെപ്റ്റുകൾ മതി. മൂന്നാമതായിട്ട് നാലാമത് പറയാനുള്ളത് പ്രോജക്ട് ബേസ്ഡ് ലേണിംഗ് ആണ്. പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ് പോലെ തന്നെ സ്റ്റുഡൻസിന് എക്സ്റ്റെൻഡ് ആയിട്ടുള്ള പ്രോജക്റ്റുകൾ കൊടുക്കുന്നു. ഓക്കെ, ആ ഒരു പ്രോജക്റ്റിനെ ബേസ് ചെയ്ത് അവർ ആ ഒരു ഏരിയ പൂർണ്ണമായിട്ട് പഠിക്കും. സോ സ്റ്റുഡൻസ് അണ്ടർടേക്ക് എക്സ്റ്റെൻഡ് പ്രോജക്ട്സ് ദാറ്റ് ഇൻവോൾവ് ഇൻഡെപ്ത് റിസർച്ച്. സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് പഠിക്കാനുള്ള പ്രോജക്റ്റുകൾ, കോളേജ് പ്രോജക്റ്റുകളൊക്കെ കൊടുക്കില്ലേ. അപ്പോൾ അത് ആ ഒരു ഏരിയയെ പറ്റി കൂടുതൽ അവർ പഠിക്കുകയും അതിനെപ്പറ്റി റിയൽ വേൾഡ് സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കാനും അവർക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഇറ്റ് ഇൻവോൾവ്സ് ആപ്ലിക്കേഷൻ ഓഫ് നോളജ് ഇൻ റിയൽ വേൾഡ് സിറ്റുവേഷൻ. ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ കൊളാബറേഷനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ദെൻ ഹാൻഡ്സ് ഓൺ ആക്ടിവിറ്റീസ്, അവർ ചെയ്ത് മനസ്സിലാക്കുവാണ് എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത്. ഒരു പ്രൊജക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രൊജക്റ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള അവർ ചെയ്ത് ആണ് സോൾവ് ചെയ്യുന്നത്. ദെൻ ആൻഡ് ഇൻ്റഗ്രേഷൻ ഓഫ് മൾട്ടിപ്പിൾ സബ്ജക്ട്സ്. പല സബ്ജക്റ്റുകളെയും ഒരു പ്രൊജക്റ്റ് വന്നു കഴിഞ്ഞാൽ ദേ വിൽ ഹാവ് ടു യൂസ് ദെയർ നോളജ് ബേസ് അക്യൂർഡ് ഫ്രം ഡിഫറെൻറ്റ് സോഴ്സസ്. ലൈക്ക് ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ അവരുടെ നോളജ് ബേസ് പല ഏരിയയിലുണ്ട്. ഒരു കൊമേഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണെങ്കിൽ കൊമേഴ്സുമായി ബന്ധപ്പെട്ട് പല സബ്ജക്റ്റുകൾ അവർക്ക് അവിടെ അപ്ലൈ ചെയ്യേണ്ടി വരും. ഈവൻ സൈക്കോളജി ഒക്കെ അവർ അവിടെ യൂസ് ചെയ്യേണ്ടി വരും. അത്തരത്തിലുള്ള ഡിഫറെൻറ്റ് ഡിസിപ്ലിൻ്റെ നോളജ് അവർക്ക് യൂസ് ചെയ്തുകൊണ്ടാണ് ഇത്തരം പ്രോജക്ട്സ് സോൾവ് ചെയ്യാൻ പറ്റും. സോ പ്രോജക്ട് ബേസ്ഡ് ലേണിംഗ് അവരുടെ ഓവറോൾ ഡെവലപ്മെൻറ്റ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡാണെന്ന് പറയാം. ഓക്കെ, ഏറ്റവും ക്രിട്ടിക്കൽ തിങ്കിങ് കൂട്ടുന്ന മെത്തേഡ് ഏതാണെന്നൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതിനൊരു എക്സാമ്പിളാണ് പ്രോജക്ട് ബേസ്ഡ് മെത്തേഡ്. കൂടുതൽ ചിന്തിക്കാൻ സാധിക്കും, കൂടുതൽ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് കിട്ടും, ആൻഡ് ദേ വിൽ കണക്ട് ടു ദി റിയൽ വേൾഡ് ഇഷ്യൂസ്. ഇതെല്ലാം പ്രോജക്ട് ബേസ്ഡ് മെത്തേഡിനകത്ത് ഉള്ള അഡ്വാൻറ്റേജസ് ആണ്. നൗ മൂവിങ് ഓൺ, എൻക്വയറി ബേസ്ഡ് ലേണിംഗ്. എൻക്വയറി ബേസ്ഡ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻസ് എക്സ്പ്ലോർ ക്വസ്റ്റ്യൻസ്, പ്രോബ്ലംസ് ഓർ സിനാരിയോസ് ടു ഡെവലപ്പ് ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി ടോപ്പിക്. ഇപ്പോൾ എൻക്വയറി ബേസ്ഡ് ലേണിങ്ങും മുമ്പ് നമ്മൾ പറഞ്ഞ പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ് തമ്മിൽ ഒരു വ്യത്യാസമില്ല. രണ്ട് കൺസെപ്റ്റുകളാണെന്ന് മാത്രം. ഇവിടെ ഒരു പ്രോബ്ലമാണ് അവരുടെ മുമ്പിലുള്ളതെങ്കിൽ എൻക്വയറി ബേസ്ഡ് ലേണിംഗിൽ അവരുടെ മുമ്പിൽ ഒരു ക്വസ്റ്റ്യൻ ആണുള്ളത്. ദാറ്റ്സ് ഓൾ. ആ ക്വസ്റ്റ്യൻ എന്താണ്, അതെങ്ങനെ സോൾവ് ചെയ്യണം എന്ന് കണ്ടെത്താനായിരിക്കും സ്റ്റുഡൻസ് ട്രൈ ചെയ്യുന്നത്. സോ ദേ വിൽ ഗിവ് എംഫോസിസ് ഓൺ ക്വസ്റ്റ്യനിങ്, ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് സെൽഫ് ഡയറക്റ്റഡ് ലേണിംഗ്. സ്വയം അത് മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കും. ആ ക്വസ്റ്റ്യൻ എന്തുകൊണ്ട് ഈ സാഹചര്യം ഉണ്ടായി എന്ന് ക്വസ്റ്റ്യനുകൾ ചോദിക്കുന്നു, കൂടുതൽ ഇൻവെസ്റ്റിഗേഷൻസ് കണ്ടക്ട് ചെയ്യുന്നു, അതിനുശേഷം ഒരു സൊല്യൂഷനിലേക്ക് എത്താനാണ് എൻക്വയറി ബേസ്ഡ് ലേണിംഗിൽ സ്റ്റുഡൻസ് ട്രൈ ചെയ്യുന്നത്. എൻക്വയറി ബേസ്ഡ് ലേണിംഗ് ആൻഡ് പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ് രണ്ട് കൺസെപ്റ്റും ഒരുപോലാണ്. അടുത്തത് കോപ്പറേറ്റീവ് ലേണിംഗ്. കോപ്പറേറ്റീവ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസ് വർക്ക് ടുഗദർ ഇൻ സ്മോൾ ഗ്രൂപ്പ്സ് ടു അച്ചീവ് കോമൺ ഗോൾ. It emphasizes on collaboration, communication, and shared responsibility for learning. ഇപ്പോൾ ടീം ആക്ടിവിറ്റീസ് ഇതെല്ലാം കോപ്പറേറ്റീവ് ലേണിംഗിന് എക്സാമ്പിൾ ആണ്. ടീം പിയർ ട്യൂട്ടറിങ്, പിയർ ലേണിംഗ് സീരീസുകളൊക്കെ നമ്മൾ പറയാറില്ലേ. അവിടെയൊക്കെ സ്റ്റുഡൻസിന്റെ ഇടയിൽ നിന്ന് തന്നെ ഒരാൾ ക്ലാസ്സുകൾ എടുക്കുന്നു, പരസ്പരം ഡിസ്കസ് ചെയ്ത് പഠിക്കുന്നു. ഇങ്ങനെയുള്ള കോപ്പറേറ്റീവ് ടീച്ചിങ് മെത്തേഡ്സ് ആണ് ഇവിടെ വരുന്നത്. സോ ചെറിയ ഗ്രൂപ്പുകളായിട്ട് അവർ ഡിസ്കസ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ പഠിക്കുന്ന രീതിയെല്ലാം കോപ്പറേറ്റീവ് ലേണിംഗിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അടുത്ത മെത്തേഡ്, ദിസ് വൺ ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഫ്ലിപ്ഡ് ക്ലാസ് റൂം. ഇത്തവണയോ ലാസ്റ്റ് ഇയറോ എക്സാം എഴുതിയവർക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കാണാൻ സാധിക്കും. വാട്ട് ഈസ് ഫ്ലിപ്ഡ് ക്ലാസ് റൂം? ഫ്ലിപ്ഡ് ക്ലാസ് റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രഡീഷണൽ ക്ലാസ് റൂമിനെ ഒന്ന് റിവൈസ് ചെയ്യുകയാണ്. അതായത് സ്റ്റുഡൻസ് എൻഗേജ് വിത്ത് ഇൻസ്ട്രക്ഷണൽ കണ്ടന്റ് സച്ച് ആസ് വീഡിയോ ലെക്ചേഴ്സ് ഔട്ട്സൈഡ് ദി ക്ലാസ്, ആൻഡ് ക്ലാസ് ടൈം ഈസ് യൂസ്ഡ് ഫോർ ആക്ടിവിറ്റീസ്, ഡിസ്കഷൻ ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് നോളജ്. ഗോട്ട് ഇറ്റ്? ക്ലാസ് റൂമിൽ ലെക്ചറിങ് ഇല്ല, അവർക്ക് വീഡിയോ ലെക്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ലെക്ചേഴ്സ് അവർ വീട്ടിൽ നിന്ന് കണ്ടിട്ട് വരിക. ദെൻ ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള, ഡിസ്കഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ് റൂം ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിനെയാണ് ഫ്ലിപ്ഡ് ക്ലാസ് റൂം എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റുഡൻസ് സെൽഫ് ബേസ്ഡ് ലേണിംഗിന് പ്രൊമോട്ട് ചെയ്യുന്നു.
അതായത് അവരുടെ ടൈമിനനുസരിച്ചായിരിക്കും വീഡിയോ ലെക്ചേഴ്സ് ഒക്കെ കാണുന്നത്, അവരുടെ രീതിയിൽ അവർക്കത് പഠിക്കാൻ സാധിക്കും. ദെൻ ഇൻക്രീസ്ഡ് ഇൻട്രാക്ഷൻ ഡ്യൂറിങ് ക്ലാസ് ടൈം ഇൻട്രാക്ഷൻ ഉള്ളതാണ്, ഡിസ്കഷൻ ഉള്ളതാണ്, അതേപോലെ ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യാനുള്ളതാണ്. അത്തരത്തിൽ ക്ലാസ് ടൈമിനെ മാറ്റുന്ന ഒരു മെത്തേഡാണ് ഫ്ലിപ്പ്ഡ് ക്ലാസ് റൂം. ഓക്കെ, സോ ദാറ്റ് ഈസ് ഫ്ലിപ്പ്ഡ് ക്ലാസ് റൂം. ഓർക്ക് കേട്ടോ, ദിസ് വൺ ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. അടുത്തത് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്, എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടുള്ള ലേണിംഗ്, ദാറ്റ്സ് ഓൾ. അതായത് ഫീൽഡ് ട്രിപ്പുകൾ, ഇന്റേൺഷിപ്സ്, ഹാൻഡ്സ് ഓൺ ആക്ടിവിറ്റീസ്, ഇതെല്ലാം എക്സ്പീരിയൻഷ്യൽ ലേണിംഗിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, സ്റ്റുഡൻസ് ആ ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യുകയാണ്, പല കാര്യങ്ങളും പഠിക്കുന്നു. ഇപ്പോൾ ഇന്റേൺഷിപ്പ് ആണെങ്കിൽ അവർ ചെയ്ത് പഠിക്കുന്നു, ഹാൻഡ്സ് ഓൺ ആക്ടിവിറ്റീസ് ഓരോന്നും ചെയ്ത് പഠിക്കുകയാണ്. അത്തരം ആക്ടിവിറ്റീസ് എല്ലാം എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിന് ഹെൽപ്ഫുൾ ആണ്. അതായത് അത് റിഫ്ലക്ഷനെ സഹായിക്കും, അത് റിയൽ ലൈഫ് സിറ്റുവേഷനിൽ അവർക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ള കുറേ അഡ്വാൻറ്റേജസ് എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിനുണ്ട്. ദെൻ സെൽഫ് ഡയറക്റ്റഡ് ലേണിംഗ്, സ്റ്റുഡൻസ് ടേക്ക് റെസ്പോൺസിബിലിറ്റി ഓഫ് ദെയർ ഓൺ ലേണിംഗ് പ്രോസസ്, സെറ്റിംഗ് ഗോൾസ്, മാനേജിങ് ദെയർ ടൈം ആൻഡ് ചൂസിങ് റിസോഴ്സസ്. സെൽഫ് ഡയറക്റ്റഡ്, ദാറ്റ്സ് ഇറ്റ്. സ്റ്റുഡൻസിന് അവരുടെ ലേണിംഗ് എന്താണെന്ന്, എന്ത് പഠിക്കണമെന്ന് അവർ തീരുമാനിക്കും. അവരുടേതായ ഒരു സ്പേസിൽ അവരുടെ ഗോളുകൾ സെറ്റ് ചെയ്തുകൊണ്ട് അവരുടെ ടൈമിൽ അവരുടെ റിസോഴ്സുകൾ സ്വയം ചൂസ് ചെയ്തുകൊണ്ട് പഠിക്കുന്ന രീതിയാണെങ്കിൽ അതിനെ നമ്മൾ സെൽഫ് ഡയറക്റ്റഡ് ലേണിംഗ് എന്ന് പറയും. സോ ദർ ഇസ് ഹൈ ലെവൽ ഓഫ് ഓട്ടോണമി. ഓക്കെ, നമ്മൾ പറഞ്ഞ ഏതായിരുന്നു അത്? 3 സ്റ്റേജുകൾ കണ്ടല്ലോ, അതായത് പെഡഗോജി, ആന്ത്രഗോജി ആൻഡ് ഹ്യൂട്ടഗോജി. ഹ്യൂട്ടഗോജി ഈസ് എൻ എക്സാമ്പിൾ ഓഫ് സെൽഫ് ഡയറക്റ്റഡ് ലേണിംഗ്. ഹ്യൂട്ടഗോജി സ്റ്റേജിലാണ് നമ്മൾ സെൽഫ് ഡയറക്റ്റഡ് ലേണിംഗ് കൺസെപ്റ്റ് പറയുന്നത്. സോ അവർ സ്വയമായിട്ട് കോഴ്സുകൾ ഐഡന്റിഫൈ ചെയ്യും, സ്വന്തമായിട്ട് പഠിക്കുന്നു. ഓട്ടോണമി ഈസ് ദെയർ. പേഴ്സണലൈസേഷൻ, അവരുടേതായ കോഴ്സുകൾ അവരുടെ രീതിയിൽ പഠിക്കുന്ന രീതിയാണ് വരുന്നത്. ദെൻ ഡെവലപ്മെന്റ് ഓഫ് ലൈഫ് ലോങ് ലേണിംഗ് സ്കിൽസ്, അവിടെയൊക്കെ ഇത് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും, സെൽഫ് ഡയറക്റ്റഡ് ലേണിംഗ്. ദെൻ കോപ്പറേറ്റീവ് ലേണിംഗ് പറഞ്ഞതുപോലെ തന്നെയാണ് കൊളാബറേറ്റീവ് ലേണിംഗ്. ഇത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, രണ്ടും ഒരേ കൺസെപ്റ്റ് ആണ്, രണ്ട് രീതിയിൽ ഈ ടേം യൂസ് ചെയ്യാറുള്ളത് മാത്രം. സ്റ്റുഡൻസ് വർക്ക് ടുഗദർ ഓൺ ടാസ്ക് ഓർ പ്രൊജക്ട്സ്, ഷെയറിംഗ് ഐഡിയാസ്, നോളജ് ആൻഡ് റിസോഴ്സസ്. ഒരുമിച്ച് ആക്ടിവിറ്റീസ് ചെയ്യുന്നു, ഒരുമിച്ച് പ്രോജക്റ്റുകൾ ഏറ്റെടുത്ത് ചെയ്യുന്നു. ഇതെല്ലാം കൊളാബറേറ്റീവ് ലേണിംഗിന് എക്സാമ്പിൾ ആണ്. കോപ്പറേറ്റീവ് ലേണിംഗ് ആൻഡ് കൊളാബറേറ്റീവ് ലേണിംഗ് രണ്ടും ഒരേ രീതിയിലുള്ള കൺസെപ്റ്റ് ആണ്. ദെൻ കേസ് ബേസ്ഡ് ലേണിംഗ്, പ്രോബ്ലം ബേസ്ഡ് ലേണിംഗിൽ പറഞ്ഞ എക്സാമ്പിൾ ആയിരുന്നു കേസ് ബേസ്ഡ് ലേണിംഗ്. സോ കേസ് ബേസ്ഡ് ലേണിംഗും അതേ കൺസെപ്റ്റ് ആണ്. സ്റ്റുഡൻസ് എക്സ്പ്ലോർ റിയൽ ഓർ ഫിക്ഷണൽ കേസസ് ദാറ്റ് പ്രസന്റ് കോംപ്ലക്സ് പ്രോബ്ലംസ്. സ്റ്റുഡൻസിന്റെ മുമ്പിൽ ഒരു കേസ് ലെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ആ കേസ് ലെറ്റിനകത്തൊരു ഇഷ്യൂ ഉണ്ട്, ലൈക്ക് ഒരു ഭോപ്പാൽ ട്രാജഡിയുമായി ബന്ധപ്പെട്ട ഒരു കേസ് ലെറ്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അന്നത്തെ CSR എങ്ങനെയായിരിക്കണം, CSRുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഫോൾട്ടുകൾ സംഭവിച്ചിട്ടുണ്ട്, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഓക്കെ, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെ വീഴ്ചകൾ വന്നിട്ടുണ്ട് എന്നുള്ള ഒരു അനാലിസിസ് കണ്ടക്ട് ചെയ്ത് നിങ്ങളുടേതായ സൊല്യൂഷൻസ് കണ്ടെത്താൻ പറയുകയാണെങ്കിൽ അവരത് വായിക്കും. അവരത് വായിച്ചിട്ട് അവരെന്താണ് അന്നത് സംഭവിച്ചിരിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് മനസ്സിലാക്കുന്നു. ആ പ്രശ്നത്തിന് അവരുടേതായ ഒരു ഫൈനൽ സൊല്യൂഷനുമായിട്ട് മുന്നോട്ട് വരും. സോ ഇറ്റ് വിൽ പ്രൊമോട്ട് ക്രിട്ടിക്കൽ തിങ്കിങ്, പ്രോബ്ലം സോൾവിങ് എബിലിറ്റീസ് ആൻഡ് ടീം വർക്ക്, കൊളാബറേഷനുള്ള ഓപ്പർച്യൂണിറ്റീസും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഇസ് കേസ് ബേസ്ഡ് ലേണിംഗ്. അടുത്തത് ഗെയിം ബേസ്ഡ് ലേണിംഗ് ആണ്, ഗെയിമിഫിക്കേഷൻ എന്ന് പറയും. എഡ്യൂക്കേഷണൽ കണ്ടന്റ് ഈസ് ഡെലിവേർഡ് ത്രൂ എ ഫോർമാറ്റ് ഓഫ് ഗെയിംസ്, ക്യൂസസ്, അതേപോലെ അങ്ങനെയുള്ള ഗെയിമിഫിക്കേഷൻ കൊണ്ടുവന്നുകൊണ്ട് എഡ്യൂക്കേഷൻ കണ്ടന്റ് ഡെലിവർ ചെയ്യുവാണെങ്കിൽ അതിനെയാണ് ഗെയിം ബേസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്. സോ ദിസ് അപ്രോച്ച് ലിവറേജസ് ദി എൻഗേജ്മെന്റ് ആൻഡ് മോട്ടിവേഷൻ ദാറ്റ് ഗെയിംസ് ഓഫൺ പ്രൊവൈഡ്. ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല മോട്ടിവേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ ആ ഗെയിംസ് ക്ലാസ് റൂമിൽ കൊണ്ടുവന്ന് ആ ഗെയിമുകളിലൂടെ സ്റ്റുഡൻസ് കാര്യങ്ങൾ പഠിക്കുവാണെങ്കിൽ ആ മെത്തേഡിനെയാണ് ഗെയിമിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ഗെയിമിഫിക്കേഷൻ എലമെന്റ്സ് ആർ ദെയർ. ദെൻ ഇന്ററാക്റ്റീവ് ചാലഞ്ചസ് ഒക്കെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കും. ആൻഡ് എ ഫോക്കസ് ഓൺ അച്ചീവിങ് ഒബ്ജക്റ്റീവ്സ്. ഇവിടെ എല്ലാം ആ ഒരു ലേണിംഗ് ഔട്ട്കം എന്താണോ ആ ലേണിംഗ് ഔട്ട്കം കൊണ്ടുവരാൻ വേണ്ടിയാണ് ഗെയിമിഫിക്കേഷൻ വരുന്നത്. ആ ലേണിംഗ് ഔട്ട്കം കൊണ്ടുവരുന്നത് അതൊരു ബേസിക് ഫോക്കസ് ആണ്. അത് വെച്ചുകൊണ്ട് ഗെയിം അതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതാണ് ഗെയിമിഫിക്കേഷൻ. ദെൻ സർവീസ് ലേണിംഗ്. സർവീസ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസ് എൻഗേജ് ഇൻ കമ്മ്യൂണിറ്റി സർവീസ് പ്രോജക്ട്സ്. സർവീസ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇപ്പോൾ സോഷ്യൽ വർക്കിലൊക്കെ നമ്മൾ കാണുന്നത് പോലെ കമ്മ്യൂണിറ്റി വെൽഫെയർ ആക്ടിവിറ്റീസിലൊക്കെ എൻഗേജ് ചെയ്തുകൊണ്ട് അതിൽ നിന്നും പഠിക്കുന്നു. ഓക്കെ, സോ ദി സർവീസ് എക്സ്പീരിയൻസ് എൻഹാൻസ് ദെയർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി ബേസിക് കണ്ടന്റ്. അവർ പഠിച്ച കാര്യങ്ങൾ റിയൽ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി സോഷ്യൽ സർവീസ് ചെയ്യുന്നു. ഇപ്പോൾ ഡോക്ടേഴ്സിനൊക്കെ നിർബന്ധമായിട്ടും ചെയ്യണമല്ലോ. അത്തരത്തിലുള്ള ആക്ടിവിറ്റീസ്, അത്തരത്തിലുള്ള ലേണിങ്ങിനെയാണ് സർവീസ് ലേണിംഗ് എന്ന് പറയുന്നത്. സിവിക് എൻഗേജ്മെന്റ്, ആപ്ലിക്കേഷൻ ഓഫ് നോളജ് ഇൻ റിയൽ വേൾഡ് കോണ്ടെക്സ്റ്റ് ആൻഡ് എ സെൻസ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഇതെല്ലാം ബിൽഡ് ചെയ്യാൻ ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. അതായത് അവർ പഠിച്ച കാര്യങ്ങൾ സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യാൻ തയ്യാറാവും.
സോ ഓക്കെ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ലൈക്ക് 1 ഇയർ അവർ വർക്ക് ചെയ്യണം, ഗവൺമെന്റിന് വേണ്ടി വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ സൊസൈറ്റിക്ക് വേണ്ടി ഒരു ലോക്കൽ ഏരിയയിൽ പോയി വർക്ക് ചെയ്യണം. അങ്ങനെയൊക്കെ പറയുമ്പോൾ എന്താ സംഭവം, ആ ഒരു എക്സ്പീരിയൻസ് അവിടെ എക്സ്പ്ലോർ ചെയ്യാനും അതേപോലെ തന്നെ സൊസൈറ്റി എന്താണെന്ന് പഠിക്കാനും സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടാക്കാനും ഒക്കെ ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. ദെൻ അടുത്ത റോൾ പ്ലേയിങ്. റോൾ പ്ലേയിങ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസ് ടേക്ക് ഓൺ റോൾസ് ആൻഡ് സിമുലേറ്റ് റിയൽ വേൾഡ് സിനാരിയോസ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നോർമലി MBAസിലൊക്കെ മാനേജ്മെന്റ് സ്കൂൾസിലൊക്കെയാണ് നമ്മൾ റോൾ പ്ലേയിങ് പറയുന്നത്. റോൾ പ്ലേയിങ് എന്ന് പറയുമ്പോൾ ഒരു സിറ്റുവേഷൻ അവരുടെ മുമ്പിലേക്ക് കൊടുത്തിട്ട് ആ സിറ്റുവേഷനിൽ ഒരു മാനേജർ ആണെങ്കിൽ നിങ്ങൾ എങ്ങനെ ആക്ട് ചെയ്യും, മാർക്കറ്റിംഗ് മാനേജറുടെ റോൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും ആ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നത്. സോ ഇത്തരത്തിൽ അവരത് അഭിനയിച്ച് കാണിക്കണം. ആ ഒരു സിറ്റുവേഷൻ സ്വയം അസ്യൂം ചെയ്തുകൊണ്ട് ഞാൻ ആ ഒരു പേഴ്സൺ ആണെന്ന് റിയലി ചിന്തിച്ചുകൊണ്ട് ആ പേഴ്സന്റെ വ്യൂവിൽ നിന്നുകൊണ്ട് ഞാൻ എങ്ങനെ അത് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യും എന്നുള്ളത് ക്ലാസ് റൂമിൽ പ്രസന്റ് ചെയ്യുന്ന രീതിയാണ് റോൾ പ്ലേയിങ്ങിൽ വരുന്നത്. സോ സ്റ്റുഡൻസ് ടേക്ക് ഓൺ റോൾസ് ആൻഡ് സിമുലേറ്റ് റിയൽ വേൾഡ് സിനാരിയോസ്. ദിസ് ക്യാൻ ബി പെർട്ടിക്കുലർലി എഫക്റ്റീവ് ഇൻ സബ്ജക്ട്സ് ലൈക്ക് ഹിസ്റ്ററി, ലിറ്ററേച്ചർ ആൻഡ് സോഷ്യൽ സ്റ്റഡീസ്. ഈ സബ്ജക്റ്റുകളിലൊക്കെയാണ് ആ ഒരു സിറ്റുവേഷൻ എന്താണോ ആ ഒരു ആള്, ഒരു പേഴ്സണെ കൊടുത്തിട്ട് ഈ പേഴ്സന്റെ റോളാണ് നിങ്ങൾ പ്ലേ ചെയ്യേണ്ടത്. ആ ഒരു സാഹചര്യത്തിൽ ഈ പേഴ്സൺ എങ്ങനെ ബിഹേവ് ചെയ്യും, അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ കൃത്യമായിട്ട് സ്റ്റുഡൻറ്റിന് മനസ്സിലാക്കാൻ വേണ്ടി ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ ഇമേഴ്സീവ് ലേണിങ്ങിനുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. എംപതി ഡെവലപ്മെന്റ്, മറ്റുള്ളവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ചിന്തിക്കാനുള്ള കഴിവ് ഡെവലപ്പ് ചെയ്യാൻ ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് തിയറിറ്റിക്കൽ നോളജ്, അവർ പഠിച്ച തിയറിയെ റിയൽ ലൈഫ് സിറ്റുവേഷനിൽ അപ്ലൈ ചെയ്യാനും ഈ ഒരു മെത്തേഡ് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ദാറ്റ് ഈസ് റോൾ പ്ലേയിങ്. ദെൻ സിമുലേഷൻ ബേസ്ഡ് ലേണിംഗ്. സിമുലേഷൻ ബേസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ ലൈക്ക് സിറ്റുവേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. സ്റ്റുഡൻസ് എൻഗേജ് ഇൻ സിമുലേറ്റഡ് എൻവയോൺമെന്റ്സ് ഓർ ആക്ടിവിറ്റീസ് ദാറ്റ് റിപ്ലിക്കേറ്റ്സ് റിയൽ വേൾഡ് സിറ്റുവേഷൻ. ഇപ്പോൾ പൈലറ്റ്സിനെയൊക്കെ ട്രെയിൻ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ഒരു കാരണവശാലും റിയൽ ഫ്ലൈറ്റിൽ ആദ്യമേ എടുത്ത് ഓടിപ്പിക്കാൻ പറ്റുമോ? അതിന് പകരം എന്ത് ചെയ്യും, സിമുലേറ്റഡ് ആയിട്ടുള്ള എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യും, മേ ബി യൂസിങ് കമ്പ്യൂട്ടേഴ്സ്. അങ്ങനെ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് അതിന് തുല്യമായിട്ടുള്ള സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കണം. ഓസ്ട്രോണറ്റ്സിനെയൊക്കെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അങ്ങനെയല്ലേ? ആ മെത്തേഡിനെയാണ് സിമുലേഷൻ ബേസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്. സോ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് കിട്ടും, റിയൽ ലൈക്ക് സിറ്റുവേഷനിൽ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന രീതിയാണ് സിമുലേഷൻ ബേസ്ഡ് ലേണിംഗ്. സോ ഡിസിഷൻ മേക്കിംഗ് ഇൻ റിയലിസ്റ്റിക് സിനാരിയോസ്, റിയലിസ്റ്റിക് ആയിട്ടുള്ള സിറ്റുവേഷനിൽ അവർക്ക് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. ഓക്കെ, ദെൻ അടുത്തത് ഫ്ലിപ്പ്ഡ് മാസ്റ്ററി. ഫ്ലിപ്പ്ഡ് ലേണിംഗ് പറഞ്ഞു, അതിനകത്ത് മാസ്റ്ററിയുടെ എലമെന്റ് വരുന്നു. ഫ്ലിപ്പ്ഡ് ലേണിംഗ് എന്തായിരുന്നു? ക്ലാസ് റൂം ആക്ടിവിറ്റീസിന് വേണ്ടിയും വീട്ടിൽ പോയി കഴിഞ്ഞിട്ട് നമ്മൾ ലെക്ചേഴ്സ് കാണുന്ന രീതി, അതാണ് ഫ്ലിപ്പ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്. ഫ്ലിപ്പ്ഡ് മാസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു മാസ്റ്ററിക്ക് എൻഫസിസ് കൊടുക്കുന്നു. മാസ്റ്ററി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കണ്ടന്റ് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ അടുത്ത ലെവലിലേക്ക് പോകാൻ സാധിക്കൂ. ഇതാണ് മാസ്റ്ററി കൺസെപ്റ്റ്. ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് പോകും. രണ്ടാമത്തെ ചാപ്റ്റർ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എക്സാം എഴുതി അത് പാസ്സായതിനു ശേഷം മാത്രമേ നെക്സ്റ്റ് ലെവലിലേക്ക് പോകും. ഇങ്ങനെ ആ ഒരു ലേണിങ്ങിന് കൂടുതൽ എംഫസിസ് കൊടുക്കുകയാണെങ്കിൽ അതിനെ മാസ്റ്ററി ലേണിംഗ് എന്ന് പറയും. സോ ഫ്ലിപ്പ്ഡ് മാസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമിലർ ടു ഫ്ലിപ്പ്ഡ് ക്ലാസ് റൂം ബട്ട് വിത്ത് ആൻ എംഫസിസ് ഓൺ സ്റ്റുഡൻസ് പ്രോഗ്രസിങ് ത്രൂ ദി മെറ്റീരിയൽസ് അറ്റ് ദെയർ ഓൺ പേസ്. ആ ഒരു സ്റ്റുഡൻസിന്റെ മെറ്റീരിയൽ കവർ ചെയ്തുകൊണ്ടിരിക്കണം, അത് അവരുടെ ഓൺ പേസിൽ സാധിക്കും. അതായത് വെനെവർ ദേ കംപ്ലീറ്റ് ദി ഫസ്റ്റ് മൊഡ്യൂൾ ദെൻ ഓൺലി ദേ ക്യാൻ മൂവ് ടു ദി സെക്കൻഡ്. അതായത് അത് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്തൊരു ടെസ്റ്റ് ഉണ്ടാവണം, അത് ക്വാളിഫൈ ചെയ്യണം, അതിനുശേഷം മാത്രമേ അടുത്തയിലേക്ക് പോകാൻ സാധിക്കൂ. സോ മാസ്റ്ററി ഓഫ് ദി കണ്ടന്റ് ഈസ് ദി ഗോൾ ബിഫോർ മൂവിങ് ടു ദി നെക്സ്റ്റ് കൺസെപ്റ്റ്. ഒരു കൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനകത്ത് എക്സ്പെർട്ടായി എന്ന് മനസ്സിലായാൽ മാത്രമേ അടുത്തയിലേക്ക് പോകാൻ സാധിക്കൂ. അങ്ങനെ ക്ലാസ് റൂം ഡിസൈൻ ചെയ്യുവാണെങ്കിൽ അതിനെയാണ് ഫ്ലിപ്പ്ഡ് മാസ്റ്ററി എന്ന് പറയുന്നത്. സോ ഇൻഡിവിജ്വലൈസ്ഡ് ലേണിംഗ് പാത്സ്, ഓരോരുത്തർക്കും അവരവരുടേതായ ലേണിംഗ്, അവർ ആ ഒരു ഏരിയ കംപ്ലീറ്റ് ചെയ്താലേ അടുത്തേക്ക് പോകാൻ സാധിക്കും. അപ്പോൾ ഓരോരുത്തരും അവരുടെ പേസിലായിരിക്കും മൂവ് ചെയ്യുന്നത്. സെൽഫ് പേസ്ഡ് പ്രോഗ്രസിനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടുന്നത്. ദെൻ സോ ഇതുവരെ ഡിസ്കസ് ചെയ്ത ഡിഫറെന്റ് മെത്തേഡ്സ് ഒന്ന് നോക്കി. ഒരുപാട് മെത്തേഡുകളുണ്ട്. എനിവേ നമ്മൾ ബ്രീഫ്ലി എല്ലാ കാര്യങ്ങളും പറയുന്നു. ആദ്യം നമ്മൾ റെസിപ്രോക്കൽ ടീച്ചിങ്ങിനെ പറ്റി പറഞ്ഞു, കൺസെപ്റ്റ് ഓർമ്മയുണ്ടല്ലോ. ദെൻ രണ്ടാമത് നമ്മൾ അഡാപ്റ്റീവ് ടീച്ചിങ് പറഞ്ഞു. ദെൻ പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ്, പ്രോജക്ട് ബേസ്ഡ് ലേണിംഗ്, ഇൻക്വയറി ബേസ്ഡ് ലേണിംഗ്, കോപ്പറേറ്റീവ് ലേണിംഗ്, ഫ്ലിപ്പ്ഡ് ക്ലാസ് റൂം, ദിസ് വൺ ഇസ് ഇമ്പോർട്ടൻറ്റ് കേട്ടോ. Then experiential learning, self-directed learning, collaborative learning, case-based learning, game-based learning, service learning, role-playing,
സിമുലേഷൻ ബേസ്ഡ് ലേണിംഗ്, ഫ്ലിപ്ഡ് മാസ്റ്ററി. സോ ഇതുവരെയുള്ള ഏതെങ്കിലും കൺസെപ്റ്റുകൾ മനസ്സിലാവാതെ ഉണ്ടോ? ക്ലിയർ ആണോ? Is it clear? ഏതെങ്കിലും റിപ്പീറ്റ് ചെയ്യണേ പറയണേ. ഓക്കെ ഫൈൻ. യെസ്. ഇനി നമ്മൾ എന്തുകൊണ്ടാണ് അവിടെ ഒരു ബ്രേക്ക് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ഏരിയ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ആസ് ഐ ഓൾറെഡി ടോൾഡ് യു, ലാസ്റ്റ് സെഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞാണ് മൈൻഡ് മാപ്പിംഗ്. മൈൻഡ് മാപ്പിംഗ് ടൂൾസിനെ പറ്റി വ്യക്തമായ ഒരു ധാരണ നമുക്ക് ആവശ്യമാണ്. ഓക്കെ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയാൽ നിങ്ങൾക്ക് അത് അറിയാൻ സാധിക്കും. മൈൻഡ് മാപ്പിംഗ് ഇസ് ഇമ്പോർട്ടൻറ്റ്. സോ ടീച്ചേഴ്സ് മൈൻഡ് മാപ്പിംഗ് ടൂൾസ് ഒക്കെ ഉപയോഗിക്കണം എന്ന് UGC ഇപ്പോൾ എക്സ്പെക്ട് ചെയ്യുകയാണ്. സോ എന്താണ് മൈൻഡ് മാപ്പിംഗ് ടൂൾസ്? സ്റ്റുഡൻസ് ക്രിയേറ്റ് വിഷ്വൽ റെപ്രസെൻറ്റേഷൻ ഓഫ് കൺസെപ്റ്റ്സ് യൂസിങ് മൈൻഡ് മാപ്സ്. കണക്ഷൻസ് ഒക്കെ ബിൽഡ് ചെയ്തുകൊണ്ട് മൈൻഡ് മാപ്പുകൾ ബിൽഡ് ചെയ്യുന്നു. ആ മൈൻഡ് മാപ്പുകൾ വെച്ചുകൊണ്ട് കൺസെപ്റ്റിനെ കൃത്യമായിട്ട് അവർക്ക് ചെറിയൊരു മാപ്പിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. സോ ദിസ് വിൽ ഹെൽപ്പ് ഇൻ ഓർഗനൈസിങ് ഇൻഫർമേഷൻ, മേക്കിംഗ് കണക്ഷൻസ് ആൻഡ് പ്രൊമോട്ടിംഗ് ക്രിയേറ്റീവ് തിങ്കിങ്. ഒരു വലിയ കണ്ടന്റ്, ഒരു എസ്സേയിൽ പറയുന്ന എല്ലാ കണ്ടന്റും ചെറിയൊരു മൈൻഡ് മാപ്പായിട്ട് ചെറിയ ആ ഒരു ട്രീ പോലെയോ അല്ലെങ്കിൽ ഒരു ഷേപ്പിൽ അവർ വരച്ച് കണക്ഷൻസ് ബിൽഡ് ചെയ്യുന്നു. ഇതാണ് മൈൻഡ് മാപ്സ്. സോ വിഷ്വൽ ലേണിങ്ങിന് ഒരു നല്ല മെത്തേഡാണത്. ദെൻ കൺസെപ്റ്റ്സിനെ കൃത്യമായിട്ട് മാപ്പ് ചെയ്യാൻ ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. കൺസെപ്റ്റ് മാപ്പിംഗ് കൺസെപ്റ്റിന് ഇത് ഉപയോഗിക്കാൻ സാധിക്കും. ദെൻ പേഴ്സണലൈസ്ഡ് റെപ്രസെന്റേഷൻ ഓഫ് നോളജ്. നോളജിനെ ഓരോരുത്തർക്കും അവരവരുടെ വേയിൽ റെപ്രസെന്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ സി ദീസ് ആർ ദി ഡിഫറെന്റ് മൈൻഡ് മാപ്പിംഗ് ടൂൾസ്. കൃത്യമായിട്ടൊന്ന് നോക്കിയേക്കുക. മൈൻഡ് മീസ്റ്റ്, എക്സ് മൈൻഡ്, ഐ മൈൻഡ് മാപ്പ്, കോഗിൾ, ദെൻ ഫ്രീ മൈൻഡ്, ബിഗർ പ്ലേറ്റ്, സിമ്പിൾ മൈൻഡ്, മൈൻഡ് മാനേജർ, കൺസെപ്റ്റ് ഡ്രോ മൈൻഡ് മാപ്പ്, ലൂസിഡ് ചാർട്ട്. ലൂസിഡ് ചാർട്ടിലൊക്കെ മൈൻഡ് മാപ്പിംഗ് നടത്താൻ സാധിക്കും. ഓക്കെ, ദെൻ ഗോ കോൺകർ, സ്കാപ്പിൾ. ഇവയെല്ലാം മൈൻഡ് മാപ്പിങ്ങിന് വേണ്ടി ഉപയോഗിക്കാവുന്ന ടൂളാണ്. സോ ബിക്കോസ് ഈ ഒരു ഏരിയ വേറൊരു സ്ഥലത്ത് കൂടി വരുന്നുണ്ട്. അതായത് നമ്മൾ ഈ പറഞ്ഞ ഡിഫറെൻറ്റ് ടീച്ചിങ് മെത്തേഡ്സിൽ മാത്രമല്ല, ICT ടൂൾസ് ഇൻ എഡ്യൂക്കേഷനിൽ യൂസ് ചെയ്യാവുന്ന ICT ടൂൾസ്, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടൂളുകളാണ് മൈൻഡ് മാപ്പിംഗ് ടൂൾസിൽ വരുന്നത്. ഓക്കെ, ആ രീതിയിൽ കൂടി ഓർത്തേക്കുക. സോ മൈൻഡ് മാപ്പിംഗ് ടൂൾസിന് എക്സാമ്പിൾസ് നമ്മൾ കണ്ടു. ഇത്രയും എക്സാമ്പിൾസ് നമ്മുടെ മനസ്സിലുണ്ടാവണം. സോ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് ഏത് രീതിയിലാണ് ഇപ്പോൾ മനസ്സിലായോ? യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ മൈൻഡ് മാപ്പിംഗ് ടൂൾസ് എന്ന് തന്നെയാണ് ചോദിക്കുന്നത്. താഴെ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ് മൈൻഡ് മാപ്പിംഗ് ടൂൾസ് എന്ന് ഐഡന്റിഫൈ ചെയ്യണം. അതിനുവേണ്ടി ആണ് ഇത്രയും എക്സാമ്പിൾ നമ്മൾ തന്നത്. ഓക്കെ, കൃത്യമായിട്ട് അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ക്വസ്റ്റ്യൻസ് കാണിച്ചു തരാം. ദെൻ തിങ്ക് അലൗഡ്. തിങ്ക് അലൗഡ് ഈസ് അനദർ സ്ട്രാറ്റജി. അതായത് ഇവിടെ സ്റ്റുഡൻസിനോട് കൂടുതൽ അവർ ചിന്തിക്കുന്ന കാര്യങ്ങൾ ഉറക്കെ ചിന്തിക്കാൻ പറയുന്നു. സോ അവരുടെ തിങ്കിങ് പ്രോസസ്സിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ ടീച്ചർക്ക് അത് കറക്റ്റ് ചെയ്യാൻ സാധിക്കും. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇഷ്യൂവിനെ പറ്റി ചിന്തിക്കാൻ പറയുമ്പോൾ ആ ചിന്തിക്കുന്നത് ഉറക്കെ ചിന്തിക്കാൻ പറയും. സോ സ്റ്റുഡൻസ് വിൽ എക്സ്പ്ലെയിൻ ഹൗ ദേ കം അപ്പ് വിത്ത് സം ഐഡിയ. അപ്പോൾ ആ ഒരു ഐഡിയയിൽ അവർ പോയ വഴികളിൽ എന്തെങ്കിലും റെക്ടിഫിക്കേഷൻസ് വേണം, കുറച്ചുകൂടി ഈ ഏരിയയിൽ കൂടി ചിന്തിക്കായിരുന്നില്ലേ എന്ന് ചോദിക്കാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് തിങ്ക് അലൗഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ സ്റ്റുഡൻസ് വെർബലൈസ് ദെയർ തോട്ട് പ്രോസസ് വൈൽ സോൾവിങ് പ്രോബ്ലംസ് ഓർ എൻഗേജിങ് ഇൻ വിത്ത് കണ്ടന്റ്. അവരെങ്ങനെയാണ് ചിന്തിച്ചിരിക്കുന്നത്, ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി ഏത് രീതിയിലാണ് അവർ പോയിരിക്കുന്നത്, അവരുടെ വർക്ക് ഫ്ലോ എങ്ങനെയാണ് എന്നുള്ളത് അവർ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. ഇതാണ് തിങ്ക് അലൗഡിൽ വരുന്നത്. ദിസ് ഹെൽപ്സ് ബോത്ത് ദി സ്റ്റുഡൻസ് ആൻഡ് ഇൻസ്ട്രക്ടർ അണ്ടർസ്റ്റാൻഡ് ദി റീസണിങ് ബിഹൈൻഡ് ദർ ആക്ഷൻ. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ചിന്തിച്ചു, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് അവർ റീസൺ ചെയ്ത് പോയത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ടീച്ചറിനെയും അതേപോലെ സ്റ്റുഡൻസിനെയും അത് ഹെൽപ്ഫുൾ ആയിരിക്കും. മെറ്റാകോഗ്നിഷൻ ഡെവലപ്മെന്റിനും അതേപോലെ കമ്മ്യൂണിക്കേഷൻ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, അവർ മനസ്സിലാക്കിയിരിക്കുന്ന ഫാക്റ്റുകളെ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും തിങ്ക് അലൗഡ് മെത്തേഡ് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ ദീസ് ആർ ദി വേരിയസ് ലേണർ സെന്റിയർ ടീച്ചിങ് മെത്തേഡ്സ്. ഇതുവരെ നമ്മൾ കണ്ടതെല്ലാം ലേണർ സെന്റിയർ ടീച്ചിങ് മെത്തേഡ്സ് ആണ്. സോ ഒരു ഐഡിയ ഇത്രയും മെത്തേഡുകളെ പറ്റി എന്താണ് കൺസെപ്റ്റ് എന്നുള്ള ഐഡിയ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. ഇനി അടുത്തത് ടീച്ചർ സെന്റിയർഡ് ടീച്ചിങ് മെത്തേഡ്സ്. ടീച്ചർ സെന്റിയർഡ് ടീച്ചിങ് മെത്തേഡ്സിൽ ആദ്യത്തെ ലെക്ചറാണ്. ലെക്ചർ എന്താണെന്ന് അറിയാലോ? ടീച്ചർ പ്രസൻസ് ദി ഇൻഫർമേഷൻ ടു ദി ഓൾ ക്ലാസ്, ടിപ്പിക്കലി ത്രൂ സ്പോക്കൺ കമ്മ്യൂണിക്കേഷൻ. ട്രഡീഷണൽ മെത്തേഡാണ്. ടീച്ചർ ക്ലാസ് റൂമിലേക്ക് വരുന്നു, എല്ലാവർക്കും വേണ്ടി ഒറ്റ കണ്ടന്റ് അങ്ങ് ഡെലിവർ ചെയ്യുന്നു. വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണ് ഹാപ്പൻ ചെയ്യപ്പെടുന്നത്. ടീച്ചറാണ് കണ്ടന്റ് ഡിസൈൻ ചെയ്തത്. ആ ഇൻഫർമേഷൻ പൂർണ്ണമായിട്ടും ക്ലാസ് റൂമിലേക്ക് അങ്ങ് ഡെലിവർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ പർപ്പസ്.
എത്ര പേർക്ക് എത്ര കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായി എന്നുള്ളതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. സോ വലിയ ഇൻഫർമേഷൻ ആയാലും അത് അറ്റ് എ ടൈം ക്ലാസ് റൂമിൽ ഡെലിവർ ചെയ്യാൻ വേണ്ടി ലെക്ചർ വഴി സാധിക്കും. ഓക്കെ, ലിമിറ്റേഷൻ നമ്മൾ പറഞ്ഞു. രണ്ടാമത് ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ. ലെക്ചർ പോലെ തന്നെയാണ് ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ. അതായത് ഇവിടെ നിങ്ങൾ ഒരു ചെയ്യേണ്ട ഒരു പ്രോസസ് ഒക്കെ പഠിപ്പിക്കുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുക? ഫസ്റ്റ് യു വിൽ ഹാവ് ടു ഡു ദിസ്, സെക്കൻഡ് യു വിൽ ഹാവ് ടു ഡു ദിസ്, തേർഡ് സ്റ്റെപ്പ് ഇന്നതാണ്, ഫോർത്ത് സ്റ്റെപ്പ് ഇങ്ങനെയാണ്. അങ്ങനെ ആ സീക്വൻസ് പറഞ്ഞ് പഠിപ്പിക്കുന്ന രീതിയാണെങ്കിൽ അതിനെ ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയാം. സോ ടീച്ചർ പ്രൊവൈഡ്സ് എക്സ്പ്ലിസിറ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡൻസ് ഓൺ സ്പെസിഫിക് കൺസെപ്റ്റ് ഓഫ് സ്കിൽ. ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിന് ഫസ്റ്റ് സ്റ്റെപ്പ് ഇങ്ങനെ ആയിരിക്കണം, സെക്കൻഡ് സ്റ്റെപ്പ് ഇങ്ങനെ ആയിരിക്കണം എന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സീക്വൻസ് പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിക്കുകയാണെങ്കിൽ അതൊരു ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ ആണ്. അവിടെ കൂടുതൽ മുകളിലേക്കൊന്നും ചിന്തിക്കാനില്ല സ്റ്റുഡൻസിന്. നിങ്ങൾ ഇത്രയും മാത്രമേ ചിന്തിക്കേണ്ടതുള്ളൂ. ഫസ്റ്റ് യു ഹാവ് ടു ഡു ദിസ്. നിങ്ങൾ ആദ്യം ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യണം, രണ്ടാമത് ഇന്നത് ചെയ്യണം, മൂന്നാമത് ഇന്നത് ചെയ്യണം. അങ്ങനെ ആ സീക്വൻസ് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന രീതിയാണെങ്കിൽ അത് ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ ആണ്. ടീച്ചർ ലെഡ് ആണ്. ക്ലാരിറ്റി ഓഫ് ഇൻസ്ട്രക്ഷൻ വിൽ ബി ദെയർ ആൻഡ് ഇറ്റ് വിൽ ബി ഫോക്കസിങ് ഓൺ കണ്ടന്റ് ഡെലിവറി. എന്താണോ പറയാനുണ്ടായിരുന്നത് അത് ഡെലിവറി ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇവിടുത്തെ ലക്ഷ്യം. മൂന്നാമത്തെ സ്ട്രാറ്റജി ഡെമോൺസ്ട്രേഷൻ. ഡെമോൺസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ടീച്ചർ ഫ്രണ്ടിൽ നിന്നിട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നു. ഓക്കെ, അല്ലാതെ സ്റ്റുഡൻസിനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അത് ലേണർ സെന്റേഡ് ആയി മാറി. ഇവിടെ ടീച്ചർ സെന്ററിൽ നിൽക്കുന്നു, ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നു. ഇപ്പൊ എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്യില്ലേ? എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്യുമ്പോൾ സ്റ്റുഡൻസ് ചെയ്യുവാണെങ്കിൽ അവിടെ നഷ്ടം സംഭവിക്കാം. അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഒക്കെ ആണെങ്കിൽ ടീച്ചർ നടുക്ക് വന്നിട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നു, എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നു. ഇതിനെയാണ് ഡെമോൺസ്ട്രേഷൻ എന്ന് പറയുന്നത്. സോ ടീച്ചർ ഷോസ് ഹൗ ടു പെർഫോം എ ടാസ്ക് ഓർ യൂസ് എ ടെക്നിക്. എങ്ങനെയാണ് ഒരു ടാസ്ക് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഒരു ടെക്നിക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് ടീച്ചർ പെർഫോം ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് ഡെമോൺസ്ട്രേഷൻ ആണ്. സോ 3 മെത്തേഡുകൾ നമ്മൾ കണ്ടു: ലെക്ചർ, ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ, ഡെമോൺസ്ട്രേഷൻ. നാലാമത്തെ ടീച്ചർ സെന്റേഡ് മെത്തേഡാണ് ഡ്രിൽ ആൻഡ് പ്രാക്ടീസ്. സോ ദിസ് അപ്രോച്ച് students engage in repetitive exercises or drills to reinforce knowledge and skill. So we repeatedly ഒരേ കാര്യം തന്നെ ചെയ്ത് പഠിപ്പിക്കുകയാണ്. ഒരു കാര്യം ചെയ്യുന്നത് വീണ്ടും വീണ്ടും റിപ്പീറ്റഡ്ലി ആവർത്തിച്ച് പഠിപ്പിക്കുകയാണെങ്കിൽ അതിനെ ഡ്രിൽ ആൻഡ് പ്രാക്ടീസ് എന്ന് പറയും. സോ ദിസ് ഈസ് ഓഫൺ യൂസ്ഫുൾ ഫോർ മെമ്മറൈസേഷൻ ആൻഡ് പ്രാക്ടീസ്. ചെറിയ ക്ലാസ്സുകളിലൊക്കെ ആണെങ്കിൽ കുട്ടികളെ കൊണ്ട് വീണ്ടും ചൊല്ലിപ്പിച്ച് പഠിപ്പിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ മാത്സിന്റെ ടേബിളൊക്കെ വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് പറയിപ്പിച്ച് പഠിപ്പിക്കും. ഇതൊക്കെ ഒരു ഡ്രിൽ ആൻഡ് പ്രാക്ടീസിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, റിപ്പീറ്റേറ്റീവ് പ്രാക്ടീസ് വഴി ബേസിക് മെമ്മറൈസേഷൻ നേടിയെടുക്കാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. ദെൻ ചോക്ക് ആൻഡ് വൈറ്റ് ബോർഡ് ടീച്ചിങ്. ഏറ്റവും ബേസിക് മെത്തേഡ് ചോക്ക് ആൻഡ് വൈറ്റ് ബോർഡ് ടീച്ചിങ്. ഇവിടെ ടീച്ചർ യൂസസ് വൈറ്റ് ബോർഡ് ഓർ ചോക്ക് ടു എക്സ്പ്ലെയിൻ ദി കൺസെപ്റ്റ്സ്. ഇത് നമുക്കൊരു ഡിഫറെൻറ്റ് മെത്തേഡ് ആയിട്ടൊന്നും പറയേണ്ട കാര്യമില്ല. ജസ്റ്റ് ഓർക്കുക, വൈറ്റ് ബോർഡ് ടീച്ചിങ് മെത്തേഡ് ട്രഡീഷണൽ ടീച്ചിങ് മെത്തേഡ് എന്നുള്ള രീതി ഓർത്താൽ മതി. വിഷ്വൽ പ്രസന്റേഷൻസ് ഉണ്ടാവും, എന്നാലും ടീച്ചർ ലെഡ് ആണ്. ടീച്ചറാണ് പൂർണ്ണമായിട്ടും ആ ക്ലാസ് എന്താണെന്ന്, ക്ലാസ്സിൽ എന്താണ് ഡിസ്കസ് ചെയ്യേണ്ടത്, തീരുമാനിക്കേണ്ടത്, എന്തൊക്കെയാണ് വൈറ്റ് ബോർഡിന്റെ സപ്പോർട്ടോടുകൂടി അവതരിപ്പിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നതും ടീച്ചറാണ്. ദെൻ Q&A. ടീച്ചർ ലെഡ് ആണെങ്കിൽ ടീച്ചർ ലെഡ് ആയിട്ട് അറേഞ്ച് ചെയ്യുന്ന ഒരു Q&A സെഷൻ. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കും, നിങ്ങൾ ആൻസർ പറയണം എന്ന് പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് എ ടീച്ചർ സെന്റേഡ് ലേണിംഗ് മെത്തേഡ്. ഓക്കെ, സോ ടീച്ചർ പോസസ് ക്വസ്റ്റ്യൻസ് ടു ദി ക്ലാസ് ആൻഡ് എക്സ്പെക്ട്സ് സ്റ്റുഡൻസ് ടു റെസ്പോണ്ട്. ക്ലാസ്സിൽ ക്വസ്റ്റ്യൻസ് അവതരിപ്പിച്ചതിന് ശേഷം സ്റ്റുഡൻസിനോട് റെസ്പോണ്ട് ചെയ്യാൻ പറയുന്നു. ഈ മെത്തേഡിനെയാണ് Q&A. ദെൻ ദർ ഇസ് സോക്രറ്റിക് മെത്തേഡ്. സോക്രറ്റിക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ടീച്ചർ എൻഗേജ് സ്റ്റുഡൻസ് ഇൻ എ ഡയലോഗ് ബൈ ആസ്കിങ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ്. ഇവിടെ സ്റ്റുഡൻസിന്റെ അടുത്ത് അവർക്ക് പല രീതിയിൽ ഉത്തരങ്ങൾ പറയാവുന്ന രീതിയിലുള്ള ബേസിക് ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നു. ആ ക്വസ്റ്റ്യൻസിന് ഓരോരുത്തരും അവരവരുടെ വ്യൂ പോയിന്റിലായിരിക്കും ആൻസർ തരുന്നത്. സോ അത്തരത്തിലുള്ള ഓപ്പൺ എൻഡ് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ട് സ്റ്റുഡൻസിനെ കൊണ്ട് റെസ്പോണ്ട് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതും ടീച്ചർ സെന്റേഡ് ആണ്. ബിക്കോസ് ടീച്ചറാണ് ഡിസൈഡ് ചെയ്ത് എന്ത് ചോദിക്കണം, ഏതൊക്കെ രീതിയിൽ സ്റ്റുഡൻസിന്റെ ആൻസർ തരുമ്പോൾ ഏതൊക്കെ അക്സെപ്റ്റ് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്ന ടീച്ചർ ആയതുകൊണ്ട് അതും ടീച്ചർ സെന്റേഡ് ആയുള്ള ഒരു ടീച്ചിങ് മെത്തേഡ് ആയിട്ട് പറയാം. സോ ദി ഗോൾ ഈസ് ടു സ്റ്റിമുലേറ്റ് ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് പ്രൊമോട്ട് ഡിസ്കഷൻ. ഒരു ജനറൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, ആ ജനറൽ ക്വസ്റ്റ്യന് അവരുടെ വ്യൂ പോയിന്റ് എന്താണ് എന്നാണ് ചിന്തിക്കുന്നത്, എന്നാണ് പറയിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പൊ എഡ്യൂക്കേഷൻ എന്താണ്, നിങ്ങളുടെ ഐഡിയൽ എഡ്യൂക്കേഷൻ എന്താണെന്ന് ഓപ്പൺ ആയിട്ട് ചോദിക്കുന്നു. അതിനുശേഷം ഓരോരുത്തരും അവരവരുടെ കൺസെപ്റ്റ് വെച്ചിട്ടുള്ള മീനിങ് ആയിരിക്കും അവർ മനസ്സിലാക്കിയിരിക്കുന്നതായിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ദിസ് വിൽ ക്രിയേറ്റ് എ ഡിസ്കഷൻ. അതിനുവേണ്ടി അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു ഓപ്പണന്റ് ക്വസ്റ്റ്യൻ വെച്ചിട്ട് സ്റ്റുഡൻസിനെ കൊണ്ട് ഡിസ്കസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡാണ് സോക്രറ്റിക് മെത്തേഡ്. ഓക്കെ, ദെൻ സ്ട്രെച്ച് ഡിസ്കഷൻ. സംതിങ് ലൈക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, നേരത്തെ ഒരു ഓപ്പണന്റ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇവിടെ കൃത്യമായിട്ട് എന്ത് ഡിസ്കസ് ചെയ്യുന്നതെന്ന് ടീച്ചർ തീരുമാനിക്കും. ടോപ്പിക് സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്നു.
ഇപ്പോൾ ഗ്രൂപ്പ് ഡിസ്കഷനിൽ തന്നെ ഗ്രൂപ്പ് ഡിസ്കഷൻ പല രീതിയിലുണ്ട്. സ്ട്രെച്ചേഡ് ഉണ്ട്, സെമി സ്ട്രെച്ചേഡ് ഉണ്ട്, അൺസ്ട്രെച്ചേഡ് ഉണ്ട്. അൺസ്ട്രെച്ചേഡ് ആണെങ്കിൽ സ്റ്റുഡൻസ് ആണ് കംപ്ലീറ്റ് കാര്യങ്ങൾ തീരുമാനിക്കുക. സ്ട്രെച്ചേഡ് ആണെങ്കിൽ ടീച്ചർ വിൽ ഡിസൈഡ്. അതായത് ഏത് ടോപ്പിക് ഡിസ്കസ് ചെയ്യണം, ആ ടോപ്പിക്കുമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഇവർ ഡിസ്കസ് ചെയ്യേണ്ടത് മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഏതെങ്കിലും സ്റ്റുഡൻറ് അതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യുവാണെങ്കിൽ അപ്പോൾ തന്നെ റെക്ടിഫൈ ചെയ്യും. ഡീവിയേറ്റ് ചെയ്യാതെ ആ ഒരു കണ്ടന്റിനകത്ത് നിൽക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കും. സോ ആ കണ്ടന്റിനകത്ത് നിർത്തിക്കൊണ്ടുള്ള ഡിസ്കഷനാണ് സ്ട്രെച്ചേഡ് ഡിസ്കഷനിൽ വരുന്നത്. സോ ഇവിടെ ടീച്ചർക്കാണ് പ്രോമിനൻസ് വരുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദി ഡിഫറെന്റ് ടീച്ചിങ് മെത്തേഡ്സ്, ടീച്ചേഴ്സിന്റെ ടീച്ചിങ് മെത്തേഡ്സ്. നമ്മൾ പറഞ്ഞത് ഇതൊക്കെയാണ്. ലെക്ചർ ഇസ് ദർ, ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ, ഡെമോൺസ്ട്രേഷൻ, ഡ്രിൽ ആൻഡ് പ്രാക്ടീസ്, chalk or whiteboard teaching, then Q&A, Socratic method, then structured discussion. Any doubts? നമ്മൾ ഇനി ഈ ഏരിയയുമായി ബന്ധപ്പെട്ട PYQസിലേക്ക് പോവുകയാണ്. ഐ ഷോ യു ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഏരിയ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ എല്ലാവർക്കും? ഷാൽ ഐ മൂവ് ഓൺ ടു ദി PYQs? Fine. See, first question. Question ഇതാണ്. 2023 ഡിസംബർ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ക്വസ്റ്റ്യൻ ആണ്. Students watch and listen the videos of a lecture before coming to the class. Is an example of. Student watch and listen to the videos of a lecture before coming to the class is an example of. ഇത് ഏത് മെത്തേഡിന്റെ എക്സാമ്പിൾ ആണ്? ലെക്ചർ മെത്തേഡ്, ഫ്ലിപ്ഡ് ക്ലാസ് റൂം, പ്രോഗ്രാംഡ് ലേണിംഗ് ഓർ പ്രോജക്റ്റ് മെത്തേഡ്? റൈറ്റ്. ഏതാണ് റൈറ്റ് ആൻസർ? നിങ്ങളൊന്ന് ട്രൈ ചെയ്യൂ. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. റൈറ്റ്. ക്ലാസ് റൂമിനെ റിവേഴ്സ് ചെയ്യുന്നു. അതായത് ക്ലാസ് റൂമിൽ ചെയ്യേണ്ട കാര്യങ്ങൾ അവർ വീട്ടിൽ ചെയ്യണം. ക്ലാസ് റൂം ആക്ടിവിറ്റീസിന് വേണ്ടിയും ഡിസ്കഷന് വേണ്ടിയും നമ്മൾ മാറ്റി വയ്ക്കുകയാണ്. അവിടെയാണ് വീഡിയോ ലെക്ചേഴ്സും മറ്റു കാര്യങ്ങളും ഒക്കെ വീട്ടിൽ നിന്ന് കാണുകയും അതേസമയം ക്ലാസ് റൂമിലേക്ക് വരുമ്പോൾ അവർ ആക്ടിവിറ്റീസ് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് മാറുകയും ചെയ്യുന്നത്. സോ ദി റൈറ്റ് ആൻസർ ഈസ് ഫ്ലിപ്ഡ് ക്ലാസ് റൂം. ഓക്കെ, ഫ്ലിപ്ഡ് ക്ലാസ് റൂം മെത്തേഡ് ആണ്. അവിടെയാണ് സ്റ്റുഡൻസ് വീഡിയോസ് ലെക്ചേഴ്സും ഒക്കെ ക്ലാസ്സിലേക്ക് വരുന്നതിന് മുമ്പ് കാണുന്നത്. വേറെ പ്രോഗ്രാംഡ് ലേണിംഗ് ഉണ്ട്. പ്രോഗ്രാംഡ് ലേണിംഗ് മെത്തേഡിനെ പറ്റി നമ്മൾ പറഞ്ഞില്ല, പക്ഷെ നിങ്ങൾ ഓർക്കുക, പ്രോഗ്രാംഡ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഇപ്പോൾ സ്വയം കോഴ്സ് നിങ്ങൾ ലോഗിൻ ചെയ്യുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഒരു കോഴ്സ് കംപ്ലീറ്റ്ലി പ്രീ റെക്കോർഡ് ആയിട്ടുള്ള കോഴ്സുകളിൽ ലോഗിൻ ചെയ്യുവാണെങ്കിൽ അത് പ്രോഗ്രാംഡ് ലേണിംഗ് ആണ്. ഇവിടെ എന്താണ്? വീഡിയോസ് അവൈലബിൾ ആയിരിക്കും, അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആയിരിക്കും, MCQs അവൈലബിൾ ആയിരിക്കും. സ്ട്രക്ചർ ഈസ് ഓൾറെഡി ക്രിയേറ്റഡ്. ആദ്യത്തെ മൊഡ്യൂളിൽ ഇന്ന മൊഡ്യൂളുകളൊക്കെ ഉണ്ട്, അതിൻ്റെ വീഡിയോ കാണുന്നു, രണ്ടാമത്തെ വീഡിയോ കാണുന്നു, മൂന്നാമത്തെ വീഡിയോ കാണുന്നു, അതിനുശേഷം MCQ ചെയ്യുന്നു. ചെയ്ത് കഴിയുമ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ കംപ്ലീറ്റഡ് ആവും, ദെൻ സെക്കൻഡ് മൊഡ്യൂൾ. അങ്ങനെ ആ ഒരു പ്രോഗ്രാം ഓൾറെഡി ക്രിയേറ്റഡ് ആണെങ്കിൽ, ഓക്കെ, സോ വീഡിയോ ലെക്ചേഴ്സ് ഒക്കെ വെച്ചുകൊണ്ട് ക്രിയേറ്റഡ് ആണെങ്കിൽ അതിനെ നമുക്ക് പ്രോഗ്രാംഡ് ലേണിംഗ് എന്ന് പറയാം. സോ ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനും പ്രോഗ്രാംഡ് ലേണിംഗ് കൺസെപ്റ്റും തമ്മിൽ ഡിഫറെൻ്റ് ആണ്. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ, which of the following method is based on learning central approach of education? Lecturing demonstration, activity based scaffolding, joyful method, inductive method. ലേണർ സെന്റേഡ് മെത്തേഡ് എന്നുള്ള രീതി ഓർത്താൽ മതി. ലേണർ സെന്റേഡ് അപ്രോച്ചിന് ഒരു എക്സാമ്പിൾ ഏതാണ്? ലെക്ചറിങ് ലേണർ സെന്റേഡ് അല്ല. റൈറ്റ്. ദെൻ വാട്ട് അബൌട്ട് ആക്ടിവിറ്റി ബേസ്ഡ് സ്കാഫോൾഡിങ്? സ്കാഫോൾഡിങ് പറഞ്ഞപ്പോൾ ആ കൺസെപ്റ്റ് നമ്മൾ മനസ്സിൽ വെച്ചേക്കണമെന്ന് പറഞ്ഞായിരുന്നു. റൈറ്റ്. എന്തായിരുന്നു സ്കാഫോൾഡിങ് കൺസെപ്റ്റ്? ഇവിടെ ഇനീഷ്യൽ ലെവലിൽ ടീച്ചർ സപ്പോർട്ട് ചെയ്യും, പതുക്കെ പതുക്കെ സ്വയം ചെയ്യാൻ ഏബിൾ ആകുമ്പോൾ ടീച്ചർ ആ ഒരു സപ്പോർട്ട് അയച്ച് അവരെ ഫ്രീ ആയിട്ട് വിടുന്നു. ഇതാണ് സ്കാഫോൾഡിങ്. സോ ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള സ്കാഫോൾഡിങ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് ലേണർ സെന്റേഡ് അപ്രോച്ച്. ഓക്കെ, സോ ദിസ് മെത്തേഡ് ഫോക്കസ് ഓൺ സ്റ്റുഡൻസ് ആക്ടിവിറ്റി ആൻഡ് എൻഗേജ്മെന്റ്. ആക്ടിവിറ്റി ഓറിയന്റഡ് ആണ്.
So scaffolding refers to providing temporary support to help students complete their task they are unable to do independently yet. So സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റാത്ത ടാസ്കുകളാണെങ്കിൽ ടീച്ചർ സപ്പോർട്ട് ചെയ്യും. സ്വന്തമായിട്ട് ചെയ്യാൻ അവർ ഏബിൾ ആകുമ്പോൾ പതുക്കെ ആ സപ്പോർട്ട് ഒഴിവാക്കി കൊണ്ടുവരുന്നു. ഇതിനെയാണ് സ്കാഫോൾഡിംഗ് എന്ന് പറയുന്നത്. സോ ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള സ്കാഫോൾഡിംഗ് ഒരു ലേണർ സെന്റേഡ് ടീച്ചിങ് മെത്തേഡിന്റെ എക്സാമ്പിൾ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ദി സ്റ്റുഡന്റ് ഹാസ് ടു ഫൈൻഡ് ഔട്ട് ദി ആൻസേഴ്സ് ടു ഹിസ് ഓർ ഹെർ പ്രോബ്ലം ബൈ അൺഎയ്ഡഡ് എഫേർട്സ്. ഒരു സപ്പോർട്ട് ഇല്ലാതെ സ്വയം സൊല്യൂഷൻസ് കണ്ടെത്തണം. അത് ഏത് മെത്തേഡിലാണ്? കേസ് സ്റ്റഡി, ഹ്യൂറിസ്റ്റിക് മെത്തേഡ്, ഫ്ലിപ്ഡ് ക്ലാസ് റൂം മെത്തേഡ്, ഡെമോൺസ്ട്രേഷൻ മെത്തേഡ്. സോ നമ്മൾ ഹ്യൂറിസ്റ്റിക് മെത്തേഡ് എന്താണെന്ന് പറഞ്ഞില്ല, അത് ജസ്റ്റ് ഒന്ന് ബ്രീഫ്ലി പറയാം. ദി ആൻസർ ഈസ് ഹ്യൂറിസ്റ്റിക് മെത്തേഡ്. ഇപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഇതേപോലെ പുതിയ കുറേ മെത്തേഡുകൾ കിട്ടും. അതിൻ്റെ എക്സാമ്പിൾ ആണിത്. ഹ്യൂറിസ്റ്റിക് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടോപ്പിക് ലൈക്ക് ഒരു ഏരിയ സ്റ്റുഡൻസിനോട് പറയുന്നു, നിങ്ങൾ ഇതിൻ്റെ ആൻസർ ലൈബ്രറി പോയിട്ട് കണ്ടുപിടിക്കുക. സോ വാട്ട് വിൽ ഹാപ്പൻ? അവർ സ്വയം ദേ വിൽ ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി ആൻസർ. അതിനുവേണ്ടി അവർ മെറ്റീരിയൽസ് ഒക്കെ സെർച്ച് ചെയ്യും, ബുക്സ് ഒക്കെ സെർച്ച് ചെയ്യുന്നു. ഫൈനലി ദേ വിൽ കം അപ്പ് വിത്ത് സംതിങ്. ആ മെത്തേഡിനെയാണ് ഹ്യൂറിസ്റ്റിക് മെത്തേഡ് എന്ന് പറയുന്നത്. സോ ഇവിടെ ടീച്ചറുടെ സപ്പോർട്ട് ഇല്ല, ടീച്ചർ ഒരു സപ്പോർട്ടും ചെയ്യുന്നില്ല, നിങ്ങൾ ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തണം എന്നൊരു ഗൈഡൻസ് മാത്രമാണ് ടീച്ചർ ചെയ്യുന്നത്. സോ അതിൽ നിന്നും സ്റ്റുഡൻസ് സ്വന്തമായിട്ട് ഡിസ്കവർ ചെയ്യുന്നു, ആൻസർ കണ്ടെത്താൻ ശ്രമിക്കുന്നു. അങ്ങനെ അവരായിട്ട് കണ്ടെത്തിക്കൊണ്ടുവരുന്ന ആൻസറാണ് ഹ്യൂറിസ്റ്റിക് മെത്തേഡിൽ വരുന്നത്. സോ ഹ്യൂറിസ്റ്റിക് മെത്തേഡ് എംഫസൈസ് ഓൺ സെൽഫ് ഡിസ്കവറി ആൻഡ് എൻകറേജ് സ്റ്റുഡൻസ് ടു ഫൈൻഡ് സൊല്യൂഷൻ ത്രൂ ദെയർ ഓൺ എക്സ്പ്ലോറേഷൻ, ട്രയൽ ആൻഡ് എറർ ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ് വിത്തൗട്ട് ഡയറക്റ്റ് ഗൈഡൻസ് ഫ്രം ദി ടീച്ചർ. ടീച്ചർ അവിടെ ഡയറക്റ്റ് ഗൈഡൻസ് ഒന്നും കൊടുക്കില്ല, അവരായിട്ട് തന്നെ സൊല്യൂഷൻസ് കണ്ടെത്തണം, എക്സ്പ്ലോർ ചെയ്യണം, കാര്യങ്ങൾ ചെയ്ത് നോക്കി, ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ചെയ്ത് നോക്കുക, മിസ്റ്റേക്ക് വരിക, വീണ്ടും ചെയ്ത് നോക്കുക. അങ്ങനെയുള്ള അപ്രോച്ചൊക്കെ യൂസ് ചെയ്തുകൊണ്ട് അവരായിട്ട് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി പറയുകയാണെങ്കിൽ ദാറ്റ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ഹ്യൂറിസ്റ്റിക് മെത്തേഡ്. ഓക്കെ, ദാറ്റ് ഈസ് ഹ്യൂറിസ്റ്റിക് മെത്തേഡ്. മറ്റൊരു ക്വസ്റ്റ്യൻ, അസഷൻ റീസൺ ടൈപ്പിലാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നോക്കുക. അസഷൻ പറയുന്നത് ഫ്ലിപ്ഡ് ക്ലാസ് റൂം ഈസ് എ ലേണർ സെൻട്രിക് ഇഫക്റ്റീവ് മോഡൽ ഫോർ ICT എനേബിൾഡ് ടീച്ചിങ് ലേണിംഗ് ഓർ ബ്ലെൻഡഡ് ലേണിംഗ്. ഓക്കെ, അതായത് ഫ്ലിപ്ഡ് ക്ലാസ് റൂം മെത്തേഡ് എന്ന് പറയുന്ന ഒരു ലേണർ സെൻറ്റേർഡ് ഇഫക്റ്റീവ് മോഡലാണ്. ICT എനേബിൾഡ് ആയിട്ടുള്ള ടീച്ചിങ് ലേണിംഗ് മെത്തേഡിന് അല്ലെങ്കിൽ ബ്ലെൻഡഡ് ലേണിംഗ് മെത്തേഡിന് ഒരു ഇഫക്റ്റീവ് മെത്തേഡാണ് ഫ്ലിപ്ഡ് ക്ലാസ് റൂം എന്ന് പറഞ്ഞത്. റീസൺ, സ്റ്റുഡൻസ് ലേൺ കൺസെപ്റ്റ്സ് ത്രൂ വീഡിയോസ് in classroom. Students learn concepts through videos, and in classroom, teacher-guided discussions and problem solving is done in face-to-face mode. സോ കൃത്യമായിട്ട് ഫ്ലിപ്ഡ് ക്ലാസ് റൂം എന്താണെന്നുള്ളതിന് ആൻസർ ആണല്ലോ അത്, റൈറ്റ്. അതായത് ഫ്ലിപ്ഡ് ക്ലാസ് റൂം യൂസ് ചെയ്യുവാണെങ്കിൽ ICT സപ്പോർട്ട് അവിടെ ഉണ്ട്. ബിക്കോസ് ടീച്ചേഴ്സിന് അവിടെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യണം. ആ വീഡിയോസ് ഒരു പ്ലാറ്റ്ഫോം വഴി ICT സപ്പോർട്ടോട് കൂടിയുള്ള റെക്കോർഡഡ് വീഡിയോസ് ആയിരിക്കും ടീച്ചേഴ്സ് ബിൽഡ് ചെയ്യുന്നത്. സോ അവിടെ ICT സപ്പോർട്ട് ഉണ്ട്. അതുവഴി അവർ ഒരു ബ്ലെൻഡഡ് ലേണിംഗ് കൺസെപ്റ്റ്, അതായത് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ മിക്സ് ആയിട്ടുള്ള ഒരു ലേണിംഗ് കൺസെപ്റ്റ് അവിടെ കൊണ്ടുവരുന്നുണ്ട്. പറഞ്ഞിരിക്കുന്ന ആ സെഷൻ കറക്റ്റാണ്. അത് എന്തുകൊണ്ടാണ് ഫ്ലിപ്ഡ് ലേണിംഗ് മോഡൽ ഒരു ലേണർ സെൻറ്റേർഡ് മെത്തേഡ് ആവുന്നത്? ബിക്കോസ് ലേണേഴ്സിന് ഇവിടെ രണ്ട് ഓപ്ഷനാണ്. ഒന്ന്, അവർക്ക് ലെക്ചറിങ് കാര്യങ്ങളെല്ലാം വീട്ടിൽ നിന്ന് പഠിക്കാം. അതേസമയം പ്രോബ്ലം സോൾവിങ്ങിലും ഡിസ്കഷനിലും ആണ് കൂടുതലായിട്ട് ഫേസ് ടു ഫേസ് മോഡലിൽ പ്ലാൻ ചെയ്യുന്നത്. ഇത് രണ്ടും ഉള്ളതുകൊണ്ട് ആൻസർ ഈസ് ഓപ്ഷൻ എ. Okay, so the right answer is option A. Both assertion and reason are true, and reason is the correct explanation of assertion. Assertionന്റെ കൃത്യമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ് തന്നിരിക്കുന്ന റീസൺ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ എ ലേണർ സെൻറ്റേർഡ് ടീച്ചിങ് എൻവയോൺമെന്റ് സ്റ്റുഡൻസ് എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സി ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ഇൻ ദെയർ ഓൺ ലേണിംഗ്, ദേ ആർ പാസീവ് ലിസണേഴ്സ്, are considered as having similar abilities, make a decision about what and how they will learn. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ ഓപ്ഷൻസിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് ഏതാ? ലേണർ സെൻറ്റേർഡ് ടീച്ചിങ് മെത്തേഡാണ്. ലേണർ സെൻറ്റേർഡ് ടീച്ചിങ് മെത്തേഡ് ആണെങ്കിൽ ഫസ്റ്റ് ദേ വിൽ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ഓൺ ദെയർ ഓൺ ലേണിംഗ്, റൈറ്റ്. ലേണർക്ക് അവിടെ പ്രോമിനൻസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ലേണർ അതിനകത്ത് ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അവർ പാസീവ് ലിസണേഴ്സ് അല്ല, ആക്റ്റീവ് ആണെന്ന് ഓൾറെഡി പറഞ്ഞു. ആക്റ്റീവ് ലേണേഴ്സ് ആണ്, പാസീവ് ലിസണേഴ്സ് അല്ല. ദെൻ ദേ ആർ
കൺസിഡർ ഹാവിങ് സിമിലർ എബിലിറ്റീസ്. ലെക്ചർ മെത്തേഡ് അല്ല, ഇവിടെ ഓരോരുത്തരും ഡിഫറെന്റ് ആണ്. ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ മോഡലൊക്കെ വരുവാണ്. ഓരോരുത്തരും ഡിഫറെന്റ് ആണെന്നും ഓരോരുത്തർക്കും അവരവരുടെ എബിലിറ്റി ആണുള്ളതെന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. സോ ദേ ആർ നോട്ട് ഹാവിങ് സിമിലർ എബിലിറ്റീസ്. തേർഡ് ഓപ്ഷൻ തെറ്റാണ്. ഫോർത്ത് ഓപ്ഷൻ പറയുന്നത് എന്താ? ദേ മേക്ക് ഡിസിഷൻ അബൌട്ട് വാട്ട് ആൻഡ് ഹൗ ദേ വിൽ ലേൺ. എന്താണ് പഠിക്കേണ്ടതെന്നും എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നും അവർ തന്നെ തീരുമാനിക്കുന്നു. സോ ഓപ്ഷൻ എ ആൻഡ് ഡി ആർ റൈറ്റ്. ഓക്കെ, ഓപ്ഷൻ എയും ഡിയും ആണ് ഇവിടെ റൈറ്റ് ആയിട്ട് വരുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഗിവൺ ബിലോ ആർ 2 സ്റ്റേറ്റ്മെന്റ്സ്. സ്റ്റേറ്റ്മെന്റ് 1 പറയുന്നത് ദി ഗോൾ ഓഫ് റെസിപ്രോക്കൽ ടീച്ചിങ് ഈസ് ടു ഹെൽപ്പ് സ്റ്റുഡൻസ് അണ്ടർസ്റ്റാൻഡ് ആൻഡ് തിങ്ക് ഡീപ്ലി വാട്ട് ദേ ഹാവ് റീഡ്. സോ റെസിപ്രോക്കൽ ടീച്ചിങ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അതിന്റെ ഗോൾ ഇതാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗോൾ ഓഫ് റെസിപ്രോക്കൽ ടീച്ചിങ് ഈസ് ടു ഹെൽപ്പ് സ്റ്റുഡൻസ് അണ്ടർസ്റ്റാൻഡ് ആൻഡ് തിങ്ക് ഡീപ്ലി അബൌട്ട് വാട്ട് ദേ ഹാവ് റീഡ്. അവരെന്താണ് വായിക്കുന്നത് എന്ന് കൂടുതൽ ചിന്തിക്കാനുള്ള ഒരു മെത്തേഡാണ് റെസിപ്രോക്കൽ ടീച്ചിങ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്താ? അഡാപ്റ്റീവ് ടീച്ചിങ് പ്രൊവൈഡ്സ് ഓൾ സ്റ്റുഡൻസ് വിത്ത് ചാലഞ്ചിങ് ഇൻസ്ട്രക്ഷൻ ആൻഡ് യൂസ് സപ്പോർട്ട് when they needed but removes the supports as the students become able to handle more on their own. അഡാപ്റ്റീവ് ടീച്ചിങ്ങിന്റെ മീനിങ് എന്താണെന്ന് ഓർക്കുക. അഡാപ്റ്റീവ് ടീച്ചിങ് എന്ന് പറയുന്നത് എന്താണ്? ഇനീഷ്യലി സപ്പോർട്ട് ചെയ്യും, സ്കാഫോൾഡിങ് അവിടെ ഉണ്ട്. പതുക്കെ പതുക്കെ സ്വയം ചെയ്യാൻ തുടങ്ങുമ്പോൾ അത് അയച്ചയച്ച് അവരെ കൂടുതൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് വിടുന്നു. സോ തന്നിരിക്കുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? ദി ഗോൾ ഓഫ് റെസിപ്രോക്കൽ ടീച്ചിങ് ഹെൽപ്പ് സ്റ്റുഡൻസ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് തിങ്ക് ഡീപ്ലി വാട്ട് ദേ ഹാവ് റീഡ്. അവർ വായിച്ചിരിക്കുന്നത് എന്താണെന്ന് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഈ റെസിപ്രോക്കൽ ടീച്ചിങ് സഹായിക്കുന്നുണ്ട്. റൈറ്റ്. വാട്ട് അബൌട്ട് അഡാപ്റ്റീവ് ടീച്ചിങ്? അഡാപ്റ്റീവ് ടീച്ചിങ്ങിൽ ഇനീഷ്യൽ സ്റ്റേജിൽ സപ്പോർട്ട് ചെയ്യും, പക്ഷെ ഗ്രാജുവലി ആ സപ്പോർട്ട് കുറച്ചു കൊണ്ടുവരും. സ്കാഫോൾഡിങ് എഫക്റ്റ് നമ്മൾ പറഞ്ഞു, അത് റൈറ്റ് ആണ്. സോ ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ. തന്നിരിക്കുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണെന്നുള്ളതാണ് ആൻസർ. ഓക്കെ, ലെറ്റ്സ് സീ വൺ മോർ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഇതാണ്: which of the following are not the characteristics of teacher-centered methods of teaching? ടീച്ചർ-സെന്റേർഡ് മെത്തേഡിന്റെ ഒരു ഫീച്ചർ അല്ലാത്ത ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റുഡൻസ് ആർ പാസീവ് ലേണേഴ്സ്. ടീച്ചർ-സെന്റേർഡ് ആണ്. ടീച്ചർ-സെന്റേർഡ് ആണെങ്കിൽ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് പാസീവ് ലേണേഴ്സ് ആണ്. ടീച്ചറാണ് കൂടുതൽ ഡിസൈഡ് ചെയ്യുന്നത്. സോ ഇത് ആക്ച്വലി ടീച്ചർ-സെന്റേർഡ് ടീച്ചിങ് മെത്തേഡിന്റെ ഫീച്ചറാണ്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നോട്ടാണ്, അല്ലാത്ത ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാനാണ് വേണ്ടത്. രണ്ടാമത്തെ ഓപ്ഷൻ, ടീച്ചേഴ്സ് ആക്ട്സ് ആസ് ഫെസിലിറ്റേറ്റർ ഫോർ ലേണിംഗ്. ടീച്ചർ അവിടെ ഫെസിലിറ്റേറ്റർ ആണോ ടീച്ചർ സെന്റേർഡ് ടീച്ചിങ് മെത്തേഡിൽ? ദെൻ തേർഡ് ഓപ്ഷൻ, ടീച്ചർ ഡയറക്ട്സ് ലേണിംഗ് ആക്ടിവിറ്റീസ്. ലേണിംഗ് ആക്ടിവിറ്റീസ് പൂർണ്ണമായിട്ട് ഡയറക്റ്റ് ചെയ്യുന്നത് ടീച്ചറാണ്. അതും ശരിയാണ്. ഫസ്റ്റ് ഓപ്ഷൻ ശരിയാണ്, തേർഡ് ഓപ്ഷൻ ശരിയാണ്. ലേണിംഗ് ഈസ് ബേസ്ഡ് ഓൺ കൊളാബറേഷൻ ബിറ്റ്വീൻ സ്റ്റുഡൻസ്. ടീച്ചർ അല്ലേ? അല്ല. ലേണിംഗ് ഈസ് ബേസ്ഡ് ഓൺ സ്റ്റുഡന്റ് ഇൻട്രസ്റ്റ്. അതുമല്ല. So D and E. What about B? B ശരിയാണോ? റൈറ്റ്. ടീച്ചർ എന്ന് പറയുന്നത് അവിടെ ഒരു ഫെസിലിറ്റേറ്റർ അല്ല. ടീച്ചറാണ് പ്രോമിനൻസ് കൊടുക്കുന്നത്. ഫെസിലിറ്റേറ്റർ എന്ന് പറഞ്ഞാൽ സപ്പോർട്ടാണ്, ഒരു ഗൈഡൻസ് കൊടുക്കുന്ന വ്യക്തി മാത്രമല്ല. ടീച്ചർ പൂർണ്ണമായിട്ടും കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുന്നതാണ് ടീച്ചർ സെന്റേർഡ് ടീച്ചിങ് മെത്തേഡ്. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രകാരം ടീച്ചർ സെന്റേർഡ് ടീച്ചിങ് മെത്തേഡ്സിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, ഒന്ന് നിങ്ങൾക്ക് കാണാം, സ്റ്റുഡൻസ് ആർ പാസീവ് ലിസണേഴ്സ്, ടീച്ചർ സെന്റേർഡ് മെത്തേഡ് ആണ്. ടീച്ചർ ഡയറക്റ്റ് ലേണിംഗ് ആക്ടിവിറ്റീസ്, ടീച്ചർ സെന്റേർഡ് ആണ്. ഈ രണ്ടും ടീച്ചർ സെന്റേർഡ് മെത്തേഡിന്റെ ഫീച്ചേഴ്സ് ആണ്. നമ്മൾ വെച്ചിരിക്കുന്നത് ഫീച്ചേഴ്സ് അല്ലാത്തതാണ്. അല്ലാത്തത് ഓപ്ഷൻ ബി, ഡി ആൻഡ് ഇ. ഇത് മൂന്നും ടീച്ചർ സെന്റേർഡ് ടീച്ചിങ് മെത്തേഡ്സിന്റെ ഫീച്ചർ അല്ല. ഓക്കെ, ഇനിയും കൂടുതൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഏരിയയിലുണ്ട്. നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് സൺഡേ നമുക്കൊരു ചെറിയ മോക്ക് ടെസ്റ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനകത്തും ഈ ഏരിയയുമായി ബന്ധപ്പെട്ട കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാനിടാം. സോ പ്ലീസ് അറ്റംപ്റ്റ് ചെയ്യുക എല്ലാവരും. അതിനുശേഷം എന്തെങ്കിലുമൊക്കെ മനസ്സിലാവാതെ വരുന്നുണ്ടെങ്കിൽ അതും ചോദിക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ലെക്ചറിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. സോ പ്ലീസ് ഗോ ത്രൂ ദിസ് ഏരിയ. ദിസ് ഏരിയ ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ് കേട്ടോ. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു എവരി വൺ. ബൈ. താങ്ക് യു സർ. താങ്ക് യു സർ. പോയി. താങ്ക് യു ടിനു. എടാ ജോസേ,